അനുഭവിക്കുവാനും ഒക്കെയും ദൈവം നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുന്നല്ലോ. ഇന്നും കർത്താവ് നമ്മളെ സഹായിക്കും. ഇന്നും ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി കൊണ്ട് കർത്താവ് നമ്മളെ നിറയ്ക്കുവാൻ ഇടയായിത്തീരും. ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. ദീർഘായുസോടെ ഇരുന്ന് ഞാൻ കർത്താവിൻ്റെ പ്രവർത്തികളെ വർണ്ണിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സകലത്തിലും സൂക്ഷിക്കുമാറാകട്ടെ. സകല കാര്യത്തിലും ദൈവം അത്ഭുതമാക്കുന്നതിന് നന്ദി പറയുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് കർത്താവിൻ്റെ വചനം കേൾക്കുന്നല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട വചന ചിന്ത എന്തിനെ പറ്റിയുള്ളതാണ്? ആരെങ്കിലും ഓർമ്മയുണ്ടോ? വിശ്വാസം കുറയുമ്പോ വചനം ആവർത്തിച്ച് പറയുന്നു. കേൾക്കുന്നത് വിശ്വാസം, ധൈര്യപ്പെടുക. അപ്പം എനിക്കൊന്ന് ഓരോരുത്തരും കഴിഞ്ഞ ദിവസങ്ങളിലെ വചനങ്ങളാണ് പറയുന്നത്. ഇന്നലെ കേട്ട വചനമാണ് ഞാൻ ചോദിച്ചത്. ഇന്നലെ കേട്ട വചനം കേൾക്കുന്നത് സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ കേൾക്കുന്ന വചനങ്ങളെ സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മൾ പലതും കേൾക്കുവാൻ ഒത്തിരി സാധ്യതകളുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും കേൾക്കുന്നത് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ അവത്തിൽ യഥാർത്ഥ പരിശുദ്ധാത്മാവിൻ്റെ വ്യാഖ്യാനമല്ല നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ വിശ്വാസത്തെ എന്ത് ചെയ്യും? അത് ബാധിക്കുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് തുടർച്ചയായിട്ട് പിന്നെയും കർത്താവിൻ്റെ വചനത്തെ കേൾക്കാം. ദൈവവചനത്തിൽ നമുക്ക് പിന്നെയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെ കാണാം. അവിടെ നമ്മൾ ഇന്നലെ കേട്ട എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ അകത്ത് കേട്ട വചനത്തിൻ്റെ അകത്ത് ഞാൻ നിൽക്കുകയാണ്. നാമും അവരെ പോലെ ഒരു സദ്വർത്തമാനം കേട്ടവർ ആകുന്നു. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായിക്കൊണ്ട് വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോണം, വചനം ഉപകാരപ്പെടാത്ത രീതിയിൽ വരും. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വചനം ഉപകാരപ്പെടുകയും മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിൽ വചനം ഉപകാരപ്പെടാത്ത രീതിയിലേക്ക് വരികയും ചെയ്യും. എന്താണ് അതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ ഇവിടെ പറയുന്നത് കേട്ടവരിൽ അത് വിശ്വാസമായി മാറുന്നില്ല. അപ്പോൾ കേട്ട ആൾക്കാർക്ക് പറ്റിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മളിലും എല്ലാം സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോഴെങ്കിലും ആ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ആ കർത്താവിൻ്റെ വചനത്തെ പല രീതിയിലേക്കാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന ആ സമയത്ത് നമ്മുടെ കർത്താവിൻ്റെ വചനം കേൾക്കുന്ന സമയത്തൊക്കെയും നമ്മൾ പലവിധമാകുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരല്ലേ. നിങ്ങളിപ്പോൾ എല്ലാവരും വിശ്വാസത്തിൽ ബലശാലികളോ അല്ലെങ്കിൽ എപ്പോഴും നമ്മളൊരു കൂട്ടായ്മയുടെ ശക്തി നിൽക്കുന്നവരോ എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരോ ഒന്നും ആയിരിക്കത്തില്ല. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ആഗ്രഹം കാണും, എങ്ങനെയെങ്കിലും കർത്താവിൽ നിന്നൊരു പ്രവൃത്തി നിങ്ങൾക്ക് ഉണ്ടാകണം. എന്നാൽ പലപ്പോഴും എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിത്തിൻ്റെ ഉപമ പറയുന്ന സമയത്ത് കർത്താവ് ചില ഉപമകളിലൂടെ നമ്മളോട് പറയുന്നുണ്ട്. ആ ഉപമയിൽ നമുക്കറിയാം ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെപ്പറ്റി പറയുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ഉപമയുടെ പൊരുളോ വിത്ത് ദൈവത്തിൻ്റെ വചനമാകുന്നു. അപ്പോൾ നമ്മൾ കേൾക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തെപ്പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എങ്കിലും വഴിയരികിലുള്ളവർ കേൾക്കുന്നവരെങ്കിലും അവർ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരിപ്പാൻ പിശാച് അവരുടെ ഹൃദയത്തിൽ നിന്നും വചനത്തെ എടുത്തു കളയുന്നു. അപ്പോൾ ഇവിടെ കർത്താവ് തന്നെ പറയുന്നൊരു വാക്യതാണ്, പിശാചിന് എങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തിൽ വന്ന് നമ്മുടെ വചനത്തെ എടുത്തു കളയുവാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കോണം അതെങ്ങനെയാണെന്നുള്ളത് ഈ 12-ാം അധ്യായത്തിൻ്റെ ഉപമ ക്രിസ്തു പറയുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ മതി. വഴിയരികിൽ വീഴുന്ന വചനത്തെപ്പറ്റി പറയുന്നുണ്ട്. വിതയ്ക്കപ്പെട്ടതിൽ വഴിയരികിൽ വീണതോ ചവിട്ടി ആകാശത്തിലെ പറവകൾ അതിനെ തിന്നു കളഞ്ഞു. അപ്പോൾ നോക്കിയാൽ നമ്മൾ പലപ്പോഴും വചനം കേൾക്കുമ്പം ഈ വചനം എങ്ങനെയാണ് പിശാച് വന്ന് എടുത്തുകൊണ്ട് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു വചനം കേട്ടു,
ആ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും എങ്ങനെ എടുക്കുന്നു വെച്ചാൽ നമ്മുടെ ഹൃദയത്തിലാണ് പലപ്പോഴും ഈ ആകുല ചിന്തകളും പ്രശ്നങ്ങളും ഭാരങ്ങളും ഒക്കെ വരുന്നത്. നമ്മുടെ ബുദ്ധിയിലല്ല, നമ്മുടെ ഹൃദയത്തിലാണ്, നമ്മുടെ ചിന്തയിലാണ്, നമ്മുടെ മനസ്സിലാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിപ്പം വളരെ സന്തോഷിച്ചിരിക്കുമ്പം നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ വളരെ ഹാപ്പി ആയിരിക്കും. പെട്ടെന്ന് നമ്മളൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ വല്ലാതെ അങ്ങ് ഡെസ്പായി പോകും. നമ്മൾ വല്ലാതെ അങ്ങ് ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ ആലോചിച്ച് ഭാരപ്പെടാറില്ലേ? അതായത് നിങ്ങൾ ചില കാര്യങ്ങളെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് വെറുതെ ഇരിക്കുമായിരിക്കും. ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഭാരപ്പെടും. അപ്പോൾ ഈ ആലോചനകൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുന്നതിൻ്റെ പിന്നിൽ പലതിലും പിശാചിനൊരു പങ്കുണ്ട്. ഞാൻ പിശാചിനെ ഉയർത്തുവല്ല, ഇവിടെ വചനം പറയുന്നു നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വചനം എടുത്തു കളയും. അപ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിലേക്ക് ദൈവവചനം നമ്മൾ കേൾക്കുവാണ്. നിങ്ങളിപ്പോൾ ഇന്ന് ഇങ്ങനെ വചനമെല്ലാം കേട്ട് ബലപ്പെട്ട് ഇപ്പോൾ ഈ പ്രാർത്ഥനയെല്ലാം കഴിച്ച് ചിലപ്പോൾ കിടന്ന് ഉറങ്ങുമായിരിക്കും. ഇനി ഉറങ്ങിയില്ലെങ്കിൽ ആ കട്ടിലയിലോ കസേരയിലോ അടുക്കളയിലോ എവിടെയെങ്കിലും ഒക്കെ ഇരുന്ന് കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഒരു ചിന്ത, മനസ്സിലേക്കൊരു ചിന്ത. അപ്പോൾ ഈ ചിന്ത അങ്ങോട്ട് വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ വചനമെല്ലാം കേട്ട് ബലപ്പെട്ടിരിക്കുവാണ്, കർത്താവ് പ്രവർത്തിക്കുമെന്ന് വിശ്വസിച്ചിരിക്കുക. പെട്ടെന്നൊരാകുല ചിന്ത, ആർക്കെങ്കിലും ഒന്ന് പറയാം, ഏതെങ്കിലും ഒരു ആകുല ചിന്തയെപ്പറ്റി ഒന്ന് പറഞ്ഞ്, ആരുടെയും മനസ്സിൽ വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു ആകുല ചിന്ത ഒന്ന് പറഞ്ഞ്. തലമുറയെ കുറിച്ച് ഉള്ള ചിന്തകളും ലോൺ അടയ്ക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ. അതെ, നമ്മൾ കുഞ്ഞുങ്ങളെപ്പറ്റി, ലോൺ അടയ്ക്കുന്ന കാര്യത്തെപ്പറ്റി, നമ്മുടെ എന്താ പറയുന്നത്, രോഗത്തെപ്പറ്റി, ഇങ്ങനെയുള്ള ആകുല, അതായത് ചിന്ത, അതായത് എന്താണോ മുന്നോട്ട് നടക്കത്തില്ല എന്നുള്ള ഒരു ചിന്ത, അതായത് ആ കാര്യത്തെപ്പറ്റി നമ്മൾ പറയത്തില്ലേ, സീരിയസ് ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വരും. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതാണോ എന്നൊരു ചിന്ത വരും. അല്ല, നിങ്ങൾ ചിന്തിക്കുന്നതല്ല, നിങ്ങളുടെ ഉള്ളിലേക്ക് പല ചിന്തകൾ കൊണ്ടിടുമ്പോൾ ആ ചിന്ത, നിങ്ങൾക്കറിയാം, ഈ മീന് തീറ്റ കൊടുക്കുന്നത് പോലെ, മീനെ പിടിക്കാൻ വേണ്ടി തീറ്റ കൊടുക്കുകയല്ല, മീനെ നമ്മൾ ചൂണ്ടയിടാൻ വേണ്ടി ചൂണ്ടക്കാരൻ ചെല്ലുമ്പോൾ ആ മീനെ ഒരു ഇരയിട്ടിട്ട് എന്ത് ചെയ്യുക? മീനെ ആകർഷിക്കുക. അപ്പോൾ ഈ മീൻ അതിലൊക്കെ പോവുകയാണ്. മീനെ ചിലപ്പോൾ നമ്മൾ കൈ കൊണ്ട് പിടിക്കാൻ നോക്കിയാൽ ഓടി രക്ഷപ്പെടും. പക്ഷെ ഒരു ഇരയെ കണ്ടാൽ, അല്ലെങ്കിൽ ഒരു തീറ്റ കിട്ടിയാൽ ആ മീൻ അത് ചാടി പിടിക്കും. പിന്നീടാണ് മനസ്സിലാകുന്നത് അത് ഞാൻ ട്രാപ്പായെന്നും. ഇതേപോലെ നമ്മുടെ മനസ്സിലേക്ക് ആകുല ചിന്തകൾ കൊണ്ടുവരുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണം, നിങ്ങളുടെ അകത്തേക്ക് ആകുല ചിന്ത വരുമ്പോൾ ഈ ചിന്തയ്ക്കകത്ത് നിന്നുകൊണ്ട് നമ്മളിങ്ങനെ ഒത്തിരി അങ്ങ് ആലോചിക്കും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം കുഞ്ഞുങ്ങളെപ്പറ്റി ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരിക, അവരുടെ ഭാവി എന്താവും, അവർ വളർന്നു തുടങ്ങിയതേ ഉള്ളൂ, അല്ലെങ്കിൽ അവർ ജീവിതത്തിൽ പഠിപ്പെല്ലാം കഴിഞ്ഞിരിക്കുമായിരിക്കും, എന്തോ ആയിക്കോട്ടെ, പെട്ടെന്നൊരു ചിന്ത, ദൈവമേ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്തായത്. നിമിഷ നേരങ്ങൾക്കകത്ത് നമ്മുടെ മനസ്സിലേക്ക് പലതും കയറി വരും. പല ചിന്തകൾ കയറി വന്നപ്പോൾ നമ്മൾ ഈ ചിന്തകൾ ഇങ്ങനെ ഓർത്തോർത്ത് പിന്നെ ഒരു അരമുക്കാൽ മണിക്കൂറോളം, പിന്നെ കുറച്ച് കഴിയുമ്പോൾ കരച്ചിൽ വരും, സങ്കടം വരും, പ്രയാസം വരും, ഭാരമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കയറി വരും. അപ്പോൾ ഇത് കുറേ കഴിയുമ്പോൾ നമുക്കൊരു ടെൻഷനായിട്ട് മാറും. പിന്നെ നമ്മുടെ അകത്ത് വലിയൊരു ഒരു പെൺകൊച്ചല്ലേ വളർന്നു വരുന്നത്, ഇതങ്ങ് പിന്നെ വേറെ ചിന്തയാവും, ഇത് പിന്നെ അങ്ങോട്ട് നിറയാൻ തുടങ്ങും. ഇതിങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാം, നമ്മൾ കേട്ട വചനം നമ്മളങ്ങ് മറന്നു പോകും. ഇതാണ് പിശാച് വന്ന് ഹൃദയത്തിൽ നിന്നും വചനത്തെ എടുത്തു കളയുന്നത്. ആ സമയത്ത് നിങ്ങളുടെ എന്ത് വചനം പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, എത്ര ബലപ്പെടുത്താൽ നിങ്ങൾക്ക് കഴിയത്തില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ കർത്താവ് പറഞ്ഞ ഉപമയുടെ താഴേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കേൾക്കുന്നത് സൂക്ഷിക്കണം, അതാണ് ഞാൻ പറഞ്ഞത്, കറക്റ്റായിട്ട് കേൾക്കണം. കർത്താവ് ഈ ഉപമ പറഞ്ഞിട്ട് പറയുകയാണ്, എന്നിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ വാക്യത്തിലേക്ക് ഞാൻ വരുവാണ്. ആകയാൽ കേൾക്കുന്നത്, ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് വരുവാണ്, കേൾക്കുന്നത് സൂക്ഷിക്കണം, ഉള്ളവന് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ, ഉള്ളവൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈബിളിലെ വചനങ്ങൾ അകത്തുള്ളവന് കിട്ടും. അപ്പം ഇല്ലാത്തവൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോക്കി, ഇല്ലാത്തവനോടോ ഉള്ളതു എന്ന് തോന്നുന്നതും കൂടെ എടുത്തു കളയും. അപ്പം ആരെ എടുത്തു കളയുന്നത്? ദൈവമല്ല, ഉള്ളവൻ കിട്ടും. അപ്പോൾ ഉള്ളവൻ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, അതാണ് യേശു തുടക്കത്തിൽ 8-ാം അധ്യായത്തിൻ്റെ താഴേക്ക് വരുമ്പോൾ കർത്താവ് പറഞ്ഞു, വചനത്തെ ഒരു വിത്തായിട്ട് കർത്താവ് ഉപമിക്കുക. എന്നിട്ട് പിന്നീട് ഇതിനെ ബേസ് ചെയ്താണ് പറയുന്നത്, ഈ വിത്ത് മുളച്ചു വരും, ഈ വിത്തിൻ്റെ അകത്ത് ഞെരുക്കമുണ്ടാകും, മുള്ളും ഉറയ്ക്കും, പാറയിൽ വീഴും, കിളികൾ വന്ന് കൊത്തിക്കൊണ്ട് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രദ്ധിച്ചോണം. നമ്മുടെ അകത്തേക്ക് കൊണ്ടുവരുന്ന ആകുലതകൾ, ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, 2012 ഞാൻ ആദ്യമായിട്ട്
സുവിശേഷത്തിന് വേണ്ടി കർത്താവിൻ്റെ സുവിശേഷ വേല ചെയ്യുവാൻ വേണ്ടി ഇറങ്ങിയ സമയത്ത് എനിക്ക് ഭയങ്കര ഒരു പീസ്ഫുള്ളായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു. എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്നും കർത്താവ് എനിക്കൊരു പുതിയ ജീവിതം തന്നപ്പോൾ ഞാൻ കർത്താവിൻ്റെ വേല ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി, മുഴുവൻ വേലയ്ക്ക് വേണ്ടിയും കർത്താവ് സുവിശേഷം കൊണ്ട് മാത്രം മുന്നോട്ട് പോവുക എന്നുള്ള ഇതിൽ കർത്താവ് എന്നെ വിളിച്ചു. ഞാനപ്പോൾ അതിനുവേണ്ടി ഇറങ്ങി തിരിച്ച സമയത്ത് എനിക്ക് ടെൻഷനില്ല, ഒരു ഭാരവുമില്ല. പക്ഷെ എൻ്റെ ചുറ്റിനുമുള്ള ആളുകളെ പിശാച് ഇളക്കിയിട്ട് പലരും ചോദിക്കാൻ തുടങ്ങി, എങ്ങനെ ജീവിക്കും, എങ്ങനെ കർത്താവിൻ്റെ ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾ കൊണ്ടുവരികയാണ്. കാര്യം ഇവിടെ ജോലിയുള്ളവന് ജീവിക്കാൻ പറ്റുന്നില്ല, ഇവിടെ ബിസിനസ് ഉള്ളവന് ജീവിക്കാൻ പറ്റുന്നില്ല, ഈ ചെറുപ്രായത്തിൽ ഇറങ്ങിത്തിരിച്ച് കുടുംബമുണ്ട്, കുഞ്ഞുണ്ടാകാൻ വേണ്ടി പോകുന്നു, എങ്ങനെ ജീവിക്കും? പക്ഷേ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നീ കർത്താവിൻ്റെ നാമത്തിൽ നിൽക്കുക. ഈ ഒറ്റ വാക്കേലാണ് ഇറങ്ങിയത്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കി, ബാക്കിയുള്ള ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇത് നമ്മുടെ അകത്തേക്ക് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാവോ? നമ്മുടെ അകത്ത് ആകുലത ഉണ്ടാകും. ഞാൻ അന്നും ഇന്നും പറഞ്ഞൊരു വാക്യമുണ്ട്, ഇന്നും വിശ്വസിക്കുന്നൊരു വാക്യമുണ്ട്, നമ്മളെപ്പോഴും പറഞ്ഞൊരു വാക്യമുണ്ട്, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ എന്ന് പറയും. എൻ്റെ കൂടെ പറഞ്ഞ്, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ ദൈവത്തിൽ എന്ന് വരുമെന്ന് പറ. എന്റെ സഹായം ആമേൻ. അതുകൊണ്ട് ഇത്ര വർഷമായിട്ട് എനിക്ക് ഒരു കുറവും വന്നിട്ടില്ല, ഒരു മനുഷ്യന്റെ സഹായം ഞാൻ ചോദിച്ചില്ല, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞു പോയില്ല, ആരുടെയും കാല് പിടിക്കാൻ വേണ്ടി പോയില്ല. ഇതുവരെ ഇനി മുന്നോട്ടും അങ്ങനെ തന്നെയാണ്. ദൈവം നടത്തും. യഹോവ ഈര്, ദൈവം കരുതും. അപ്പം ഈ വചനങ്ങളിൽ ഞാൻ ആശ്രയിക്കാൻ തുടങ്ങി. ഒന്നുകൂടെ ഞാൻ പറയാം, എനിക്കറിയാം ഞാനിപ്പം ഫുൾ ടൈം മിനിസ്ട്രി ആണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് നിന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ചും കൂടെ എൻകറേജ്, എന്നെ കളിയാക്കാം. കണ്ടോ, അന്നേ ഞങ്ങൾ പറഞ്ഞതല്ലേ ബ്രദറെ, ഈ പണിയൊന്നും പറ്റത്തില്ല, ഈ സുവിശേഷമായിട്ട് നടന്നു കഴിഞ്ഞാൽ ജീവിതം നടക്കുമോ? ഇത് ഞാൻ ഫേസ് ചെയ്യുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചു. എനിക്ക് ദൈവത്തെ നേരിൽ കാണാൻ കഴിയാത്തതുകൊണ്ട് എനിക്ക് ദൈവത്തെ നേരിൽ കാണാൻ പറ്റുന്ന ഒറ്റ ഒരു വഴി വചനമാണ്. ഞാൻ ആ വചനത്തെ കൂടുതൽ ആശ്രയിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവെ വായ്പ മേടിക്കത്തില്ല, തല കുനിക്കാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല, കർത്താവിലേക്ക് നോക്കിയവരുടെ എൻ്റെ മുഖം പ്രകാശമായി, ഞാൻ ലജ്ജിച്ചു പോകത്തില്ല, ഞാൻ വാരി വിതറി കൊടുക്കും, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എൻ്റെ പുറകെ വരും. ഒരു ചിന്ത എൻ്റെ അകത്തോട്ട് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ വചനം കൊണ്ട് ആ ചിന്തയെ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങി. ആകുലത അകത്തോട്ട് കയറ്റുമ്പം നമ്മുടെ അകത്ത് എന്തുണ്ടാവും എന്നറിയാവോ? നമ്മുടെ അകത്തേക്ക് ഭാരമുണ്ടാകും. ദൈവം എന്ന വലിയൊരു സോഴ്സ് നമ്മൾ മറന്നുപോകും. നിങ്ങളുടെ കുഞ്ഞുങ്ങളെപ്പറ്റി ഒരു ഭാരം അകത്തോട്ട് വരുമ്പോൾ തന്നെ പറയണം, കുഞ്ഞിനെ തന്ന ദൈവത്തിന് ഏറ്റവും അനുഗ്രഹമാക്കി തന്നെ അതിനെ മാറ്റുവാൻ വചനത്തിലുണ്ട്. അപ്പോൾ കുഞ്ഞിനെ ദൈവത്തിന് തരാൻ പറ്റിയെങ്കിൽ ആ ദൈവത്തിന് കുഞ്ഞിനെ നടത്താനും പറ്റും. നമ്മുടെ പഴയ അപ്പച്ചന്മാർ പറഞ്ഞൊരു പഴഞ്ചൊല്ലില്ലേ, വാ കീറിയ ദൈവം അതിനുള്ള വഴി തുറക്കുമെന്ന് പറയത്തില്ലേ? അല്ലേ? നമ്മളൊരു പഴഞ്ചൊല്ല്, എത്ര പേരാ പഴഞ്ചൊല്ല്? പല നാട്ടിലും നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ടോ? അതോ ഞങ്ങളുടെ നാട്ടിൽ വാ കീറിയ ദൈവം എന്ത് ചെയ്യും? കണ്ടോ, അവര് വിശ്വാസമൊന്നും ബൈബിളിലെ വാക്യമൊന്നും അറിയത്തില്ല, പക്ഷേ അവര് പറയുകയാണ് വാ കീറിയ ദൈവമുള്ള വഴി തുറക്കും. അപ്പൊ നമുക്ക് അത്രയും കൂടെ വിശ്വാസമില്ല. എന്തുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മുടെ അകത്തോട്ട് പ്രവേശിക്കുന്ന ആകുല ചിന്തകളാണ് നമ്മളെ കൊണ്ട് ദൈവത്തിലുള്ള സാധ്യതകളെ. ഞാൻ നിങ്ങളോട് പലപ്പോഴും ഈ ഇസ്രായേലിനെ പറ്റി എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി, അവർ യുദ്ധങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. ഇപ്പോഴും നമുക്ക് പറയാറുണ്ട്, എപ്പോഴും യുദ്ധമാണ്, എപ്പോഴും പ്രശ്നമാണ്, എപ്പോഴും പ്രതിസന്ധിയുമാണ് അവർക്ക്. അപ്പോൾ അവർക്ക് ദൈവത്തെ ആശ്രയിച്ചേ പറ്റത്തുള്ളൂ. അവർക്ക് ദൈവത്തിൽ നിന്നുള്ള അത്ഭുതം നടന്നേ പറ്റത്തുള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം ചുറ്റും മുഴുവനും ശത്രുക്കളാണ്. ഏത് നിമിഷവും ആക്രമിക്കപ്പെടാനുള്ള സാധ്യതയ്ക്കകത്ത് കിടക്കുമ്പോൾ ഇനി ഒരു രാജ്യത്തിന് അവരെ സഹായിക്കാൻ പറ്റത്തില്ല. അവരിപ്പോൾ ചിന്തിക്കുക, ഞങ്ങളിപ്പം കുറേ രാജ്യക്കാരെ എല്ലാം കൂട്ടുപിടിച്ച് അവരുടെ സപ്പോർട്ടിൻ്റെ അകത്ത് നിൽക്കാൻ നോക്കിയാൽ നടക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ അടി അയൽവക്കത്തു നിന്നാണ് വരുന്നത്, തൊട്ടടുത്തു നിന്നാണ് അവരെ ആക്രമിക്കാൻ നിൽക്കുന്നത്. അപ്പോൾ അവർക്കിനി ഒറ്റ വഴിയേ ഉള്ളൂ, ദൈവത്തിൽ നിന്ന് മാത്രമേ അവർക്ക് രക്ഷയുള്ളൂ. അതുകൊണ്ടാണ് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനത്തെ മോശ മുഖാന്തരം അവർ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, യഹോവ കരുതും, സൈന്യങ്ങളുടെ യഹോവ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഇവർ തലമുറകളിലേക്ക് ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തു. ആമേൻ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കർത്താവ് പറഞ്ഞു ഉള്ളവന് കിട്ടും. അപ്പോൾ ഉള്ളവൻ ആരാണത്? വിത്ത് അകത്ത് കയ്യിലുള്ളവൻ.
ഞാൻ പറയാം, നിങ്ങൾ ഈ കൃഷിക്കാരുടെയൊക്കെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ മതി, അവരുടെ കളപ്പുരയ്ക്കകത്തോട്ട് ഇങ്ങനെ വിത്ത് വെക്കും. എന്തിനാണെന്നറിയാം? അടുത്ത കൊല്ലത്തേക്ക് വിതയ്ക്കാൻ വേണ്ടിയുള്ളതും കൂടെ അവർ മാറ്റിവെക്കും. ഈ വിത്ത് ഒരു സേവിങ് ആണ്. അപ്പോൾ അടുത്ത കൊല്ലം കൃഷിയുടെ സമയമാകുമ്പോൾ ഒരിടത്തും പോയിട്ട് വായ്പ മേടിക്കണ്ട, ഞങ്ങൾക്ക് ഒരു ചാക്ക് നെല്ല് തരാവോ, ഞങ്ങൾക്ക് വിതയ്ക്കാൻ വേണ്ടിയാണ് കുറച്ച് നെല്ല് തരാവോ എന്ന് ചോദിച്ചാൽ അവർക്ക് ഒരിക്കലും പോകേണ്ട കാര്യമില്ല. ഉള്ളവൻ ചാടി വിതയ്ക്കും. അപ്പോൾ നിങ്ങളുടെ കൈവശമുള്ള വചനം അതിന് വിരുദ്ധമായിട്ട് എപ്പോഴും ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ചിന്തകളെ പരിശോധിക്കണം. എപ്പോഴും ഞാൻ പറഞ്ഞു, നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ ചിന്തകൾ, നമ്മുടെ മാനസിക നില. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നമ്മളെ എല്ലാ ദിവസവും ഈ വചനം കേൾപ്പിക്കുന്ന ദൈവത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുക. ഈ നമ്മുടെ കൂട്ടത്തിൽ തന്നെ എനിക്കറിയാം പല ആളുകളും നമ്മുടെ കൂട്ടത്തിൽ ഉദ്ദേശിക്കുന്നത്, ഞാൻ എല്ലാവരും അല്ല പറഞ്ഞത്, ഈ പലയിടങ്ങളിൽ പോയി വചനം കേൾക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഞാൻ അവരോട് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവും ഇവർ മിക്സഡാണ്. ഞാനിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു, നിങ്ങൾ പോകുന്നതുകൊണ്ട് എനിക്കൊരു വിരോധമില്ല, നിങ്ങൾ എവിടെ വേണേലും പോക്ക് കുഴപ്പമില്ല. ഞാൻ ഈ കർത്താവിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് കൂടുതൽ ഈ പറയുന്നത്. ചിലരിങ്ങനെ ഗസ്റ്റായിട്ട് വരുന്ന ആൾക്കാരുണ്ട്, അപ്പോൾ അവരോടല്ല ഞാനീ പറയുന്നത്. അപ്പോൾ ഈ മിക്സഡ് ആയിട്ടുള്ള സുവിശേഷം കേട്ടുള്ള കുഴപ്പം ഞാൻ പറഞ്ഞുതരാം. നല്ലത് കേൾക്കുക, ഞാനത് ഇവിടെ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, നല്ലത് കേൾക്കുക. ഇപ്പം മിക്സഡിൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് കേൾക്കുവാണ്, തലമുറയെപ്പറ്റി ഭാരപ്പെടുന്ന ഒരു വ്യക്തി, ഞാൻ ഉദാഹരണം എടുക്കുക. ആ വ്യക്തി പറയുകയാണ്, ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജ. ഞാനിപ്പോൾ എൻ്റെ കൊച്ചിൻ്റെ പേരങ്ങ് പറയുക, ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയും പറയും. ഇപ്പം ഞാൻ കൊച്ചിനെ പറ്റി പറയും, ജോഷുവയെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറ എന്ന് പറയും. യെശയ്യാ 61:9 റീത്താസ് വരിട്ടിട്ടുണ്ടത് അറിയപ്പെടും. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതിന് വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും ചിന്തകളെയും എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ നിരന്തരമായി വരികയാണ്. അപ്പം നിരന്തരമായിട്ട് വരുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ശരിയാണല്ലോ, ഒരു മാറ്റവും കാണുന്നില്ല, ഒരു അത്ഭുതവും കാണുന്നില്ല. അപ്പം ഈ ഒരു ചോദ്യം എൻ്റെ മനസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാൻ കുറേ കാഴ്ച കാണും. എന്താ കാഴ്ച കാണുമെന്നറിയാവോ? ഇതിങ്ങനെ ശരിയാകാതെ നിൽക്കുന്നത്, ഒരു മാറ്റവും ഇല്ലാതെ നിൽക്കുന്നത്, ഒരു അത്ഭുതം നടക്കാൻ സാധ്യതയില്ലാതെ നിൽക്കുന്നത്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് നൊടിയിടയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പം ഇത് വരുമ്പോൾ ഞാൻ അവിടെ അങ്ങ് ഇരിക്കും, ആ കസേരയിൽ അങ്ങ് ഇരുന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചാരിയിട്ട് ഞാൻ ഇങ്ങനെ കരയാൻ തുടങ്ങും. ശരിയാ കർത്താവ്, എന്തെല്ലാം കാര്യങ്ങളാണ്. ഉടനെ നിങ്ങൾ എന്ത് ചോദിച്ചാൽ സൂക്ഷിക്കണം. ഉടനെ നിങ്ങളതിനെ യേശുവിൻ്റെ നാമത്തിൽ, ഇല്ല, ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയും അറിയും, ഇവരെ യഹോവയെ തലമുറയെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറ എന്ന് പറയും. അപ്പം ഇതെന്ത് ചെയ്യും? നിങ്ങൾ ആ ചിന്തയെ അങ്ങോട്ട് വെട്ടി നീക്കുകയാണ്. അപ്പം എന്താ അവിടെ സംഭവിക്കുന്നറിയാം? ഉള്ളവന് കിട്ടും. ഒന്നുകൂടെ നോക്കിയേ, ഉള്ളവന് കിട്ടും. അകത്ത് വചനമുള്ളവന് ഉറപ്പായിട്ടും അത്ഭുതം കിട്ടിയിരിക്കും. ഇല്ലാത്തവനോടോ ഉണ്ട് എന്ന് തോന്നുന്നവനും കൂടെ എടുത്തോളൂ. അതിൻ്റെ അർത്ഥം അത്ഭുതം കിട്ടുമായിരിക്കും. ചിലവർ അങ്ങനെ ഉണ്ടല്ലോ, ദൈവം പ്രവർത്തിച്ചാൽ മതിയായിരുന്നു, എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്, എങ്കിലും പ്രവർത്തിച്ചാൽ മതിയായിരുന്നു. അവനെപ്പറ്റി പറയുന്നു, അവൻ ഉള്ളതും കൂടെ പോകും, അവൻ ഉള്ളതും കൂടെ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് 18-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു, ആകയാൽ കേൾക്കുന്നത് എങ്ങനെ എന്ന് സൂക്ഷിക്കണം. എല്ലാ സ്ഥലത്തും പോയി നിങ്ങൾ കേൾക്കുമ്പോൾ അതെങ്ങനെയാണ് നിങ്ങളിലേക്ക് പ്രവേശിക്കുന്നതെന്ന് സൂക്ഷിക്കണം. അപ്പം ഇത് പറഞ്ഞു വന്നിട്ട് കർത്താവ് എന്താണ് ആ ഉപമ പറഞ്ഞ വാക്ക് നിങ്ങൾ നോക്കിയേ. നമുക്ക് ആ ഉപമയിലോട്ടൊന്ന് പോകാം. ഇവിടെ വചനം പറഞ്ഞു നോക്കിയേ, പാറമേൽ വിതയ്ക്കപ്പെട്ടതോ, തൊട്ട് മുകളത്തെ വാക്യമാണല്ലോ, പിശാച് വന്നവർ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട വചനത്തെ എടുത്തു കളയുന്നു. അപ്പം പിശാചിൻ്റെ ഡ്യൂട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ രാവിലെ എണീറ്റ് അടുക്കളയിലോട്ട് വരുമ്പോൾ തന്നെ പുള്ളി ഡ്യൂട്ടി ആരംഭിക്കും. നിങ്ങൾ ആ ഫോൺ എടുക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് അവൻ കുറേ SMS അങ്ങോട്ട് വിടും. കൊച്ചിൻ്റെ കാര്യം അങ്ങോട്ട് വിടും, കടഭാരത്തെപ്പറ്റി വിടും, ലോണിൻ്റെ കാര്യത്തെപ്പറ്റി വിടും, കടക്കാർ വന്ന് നിങ്ങളെ തല്ലി കൊല്ലുന്നതൊക്കെ കാഴ്ചകൾ കാണിക്കും, അവരെ ഇറക്കി വിടുന്നത് കണ്ടുകൊണ്ടിരിക്കും, രോഗം വന്ന് മരിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കും. ഇങ്ങനെ രോഗം വന്ന് മരിച്ച ആൾക്കാരുടെ ലിസ്റ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് മറന്നുപോയ പേര് വരെ വെളിപ്പെടുത്തും. ഇങ്ങനെ കുറേ അവൻ്റെ ഡ്യൂട്ടി അവൻ ചെയ്യുമ്പം നിങ്ങൾ അവൻ്റെ ഡ്യൂട്ടിയിൽ കയറിയിരുന്നുകൊണ്ട് കരയാതെ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യണം. നിങ്ങളുടെ ഡ്യൂട്ടി എന്താണ്? പാറമേൽ വിതയ്ക്കപ്പെട്ടതോ വചനം സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവരെങ്കിലും വേരില്ല. കണ്ടോ, അടുത്ത വാക്യം നോക്കി, വേരില്ല. അപ്പൊ വേരിറക്കുന്നവരാകണം. അവർ തൽക്കാലം വിശ്വസിക്കുകയും പരീക്ഷാ സമയത്ത് അവർ പിൻവാങ്ങിപ്പോവുകയും ചെയ്യും. അപ്പം നമുക്ക് എന്തുണ്ടാവും? ഒരു പരീക്ഷാ സമയം ഉണ്ടാവും. എന്താണ് ഈ പരീക്ഷാ സമയം എന്ന് പറഞ്ഞാൽ? ദോഷങ്ങളാൽ ദൈവം പരീക്ഷിക്കത്തില്ല. ദോഷങ്ങളാൽ കർത്താവ് ഒരിക്കലും നമ്മളെ പരീക്ഷിക്കത്തില്ല.
നിങ്ങളുടെ കാലും കൈ തല്ലി ഒടിച്ചിട്ട് കർത്താവ് എന്നെ പരീക്ഷിക്കുക എന്ന് ഒരിക്കലും ചിലർ പറയുന്നുണ്ട്, ബ്രദറെ എൻ്റെ കുടുംബത്തെ മൊത്തം തകർത്ത് വരിപ്പടമാക്കിയ ദൈവം എന്നെ പരീക്ഷിക്കുക. ഒരിക്കലും ദൈവം ചെയ്യത്തില്ല. ദോഷങ്ങളാൽ ദൈവം നിങ്ങളെ പരീക്ഷിക്കത്തില്ല. ചിലർ പറയും, ബ്രദറെ എനിക്ക് വലിയ മാരക രോഗം തന്നിട്ട് കർത്താവ് എന്നെ പരീക്ഷിക്കുക. ഒരിക്കലും പുതിയ നിയമത്തിൽ ചെയ്യാൻ കഴിയത്തില്ല. കാര്യം യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. അപ്പോൾ ബ്രദർ, ഈ പ്രശ്നങ്ങൾ എന്തുവാണ്? ഈ പ്രശ്നങ്ങൾ ലോകത്തിൽ നിന്ന് കയറി വരുന്നതാണ്. ഈ പ്രശ്നങ്ങളെ മറികടക്കാനാണ് വചനം എന്ന വാള് എന്നൊരു പ്രയോഗം. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു, വചനം എന്ന വാള് കൊണ്ട് വെട്ടണം. അപ്പോൾ വചനം ഒരു മൂർച്ചയേറിയ വാളാണ്. വാളിൻ്റെ പ്രയോജനം, വാളുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല? കറി ഇളക്കാൻ പറ്റത്തില്ല. വാളുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല? പേന കൊണ്ട് എഴുതുന്ന പോലെ എഴുതാൻ കഴിയത്തില്ല. വാളിൻ്റെ ഉപയോഗം വെട്ടുക എന്നുള്ളതാണ്. അപ്പോൾ വെട്ടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ യഥാർത്ഥ മീനിങ് അനാവശ്യമായി കയറി വരുന്നതിനെയൊക്കെയും വെട്ടി വീഴ്ത്തുവാൻ വചനത്തിന് ശക്തിയുണ്ട്. ആമേൻ. അപ്പോൾ ശ്രദ്ധിച്ചോണം, നിങ്ങളുടെ അകത്തിരിക്കുന്ന വചനം ഒരു വാളാണ്. അപ്പോൾ ഹൃദയത്തിലേക്ക് ഈ സംഭവം വരുമ്പോഴേക്കും വെട്ടിക്കോണം. എങ്ങനെയാണ് വാളുകൊണ്ട് വെട്ടുന്നത്? ഒന്ന് പറ. എങ്ങനെയാണ് നിങ്ങൾ വാളുകൊണ്ട് വെട്ടുന്നത്? വാള് കൈ കിട്ടിയാൽ എങ്ങനെയാണ് വാളുകൊണ്ട് വെട്ടുന്നത്? പോട്ടെ, ഒരു കത്തി കിട്ടിയാൽ എങ്ങനെ വെട്ടും? നമുക്ക് വാളൊന്നും ഇല്ലല്ലോ നമ്മുടെ കയ്യിൽ. ആർക്കും കത്തി വെച്ചു ആരും പ്രയോഗിക്കും? കൈ കൊണ്ട് എന്ത് ചെയ്യും? കൈ കൊണ്ട് നമ്മൾ എടുത്ത് വെട്ടുമെങ്കിൽ വചനം എന്ന വാള് കൊണ്ട് എങ്ങനെയാണ് നമ്മൾ വെട്ടുന്നത്? നാവ് കൊണ്ട് വെട്ടണം. അപ്പം നാവ് കൊണ്ടാണ് വചനം എന്ന വാള് വെട്ടണത്. നമ്മുടെ വീട്ടിലെ കറിക്കരിയുന്നത് കൈ കൊണ്ടാണെങ്കിൽ വചനം എന്ന വാള് കൊണ്ട് വെട്ടുന്നത് വാ കൊണ്ടാണ്. നമ്മുടെ നാവാണ് വചനത്തെ പിടിക്കുവാൻ കഴിയുന്നത്. വചനം എടുത്തുപയോഗിക്കുവാൻ കഴിയുന്നത് നാവിന് മാത്രമേ ആ കൃപ ലഭിച്ചുള്ളൂ. കൈ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വചനം കൈ കൊണ്ട് എടുക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞത് ബൈബിളിനെ പറ്റിയല്ല പറയുന്നത്. നിങ്ങളിപ്പോൾ ഹൃദയത്തിലിരിക്കുന്ന വചനത്തെ കൈ കൊണ്ട് എടുക്കാൻ പറ്റുമോ? ഇല്ല. ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടതെന്നാണ് പറഞ്ഞേക്കുന്നത് വചനം. അപ്പം ഇതെടുക്കുവാൻ കൈക്ക് പറ്റത്തില്ല, കാലിന് പറ്റത്തില്ല, മൂക്കിന് പറ്റത്തില്ല, കണ്ണിനോ നാക്കിനോ ചുണ്ടിനോ ഒന്നും പറ്റത്തില്ല. നാവിന് മാത്രമേ ഉള്ളൂ ആ ഹൃദയത്തിലെ വചനത്തെ എടുത്ത് വെട്ടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നോക്കി, നിങ്ങൾ ഈ വചനം എടുത്ത് വെട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാം? ഉള്ളവന് കിട്ടും. അപ്പം നമ്മുടെ മനസ്സിലേക്ക്, ഇപ്പം ഞാൻ നിങ്ങൾക്ക് നേരെ എബ്രായ ലേഖനത്തിലേക്ക് ഒന്ന് വരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. എബ്രായ ലേഖനം വായിക്കുന്ന സമയത്ത് നോക്കിയാൽ 4-ാം അധ്യായത്തിൽ കേട്ടവരിൽ അത് വിശ്വാസമായി മാറുന്നില്ല. ഇത് ഞാൻ പറഞ്ഞുതരാം. പിശാച് വന്നിട്ട് അവരുടെ സ്വപ്നത്തിലും അവരുടെ ചിന്തയിലും ഫറവോന്റെ മസിലിനെ പറ്റിയാണ് പറയുന്നത് മൊത്തം. ഫറവോൻ പുറകെ ഓടി വരുന്നു. ഈ 80 വയസ്സുള്ള അപ്പച്ചനായ മോശയ്ക്ക് എങ്ങനെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശക്തനായ ഫറവോനെ ഇടിച്ചു വീഴ്ത്താൻ പറ്റുന്നത്? ആകെയുള്ളത് ചെറുപ്പക്കാരനായ യോശുവയും കാലേബുവാ. ഇവരാണ് ഇടികൊണ്ട് കടന്നവരാ ഫറവോന്റെ. അപ്പം ഇവരെ കൊണ്ട് എങ്ങനെ ഇവരുടെ ഉള്ളിലോട്ട് കുറേ ചിന്ത വരും. അതുകൊണ്ടാണ് ഇവർ പറഞ്ഞത്, ഒരു വാക്ക് നിങ്ങൾ നോക്കുന്നുണ്ടോ? മിസ്രൈമിൽ ശവക്കല്ലറ ഇല്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ ഈ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നത്? അപ്പം ഇവരുടെ ചിന്ത മൊത്തം എന്തുവാ? ഇവിടെ കിടന്ന് മരിക്കും. ആര് കൊല്ലും? പറ, ആരിവരെ കൊല്ലും? ആരിവരെ കൊല്ലും? ഇപ്പം ഇവരെ ഫറവോൻ കൊല്ലും. ഇവർ എവിടെ നിന്ന് കിട്ടി? ഫറവോൻ ഇവരെ കൊല്ലുമെന്ന് ഇവരോട് ആര് പറഞ്ഞു? ഫറവോൻ കൊല്ലുമെന്ന് ആര് പറഞ്ഞു ഇവരോട്? ഒന്ന് പറഞ്ഞേ. അവരുടെ ചിന്തയിലേക്ക് ഇവർ മരിച്ചിട്ടില്ല. ഇവർ ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ ഇവർ പറയുകയാണ്, ഈ മിസ്രൈമിൽ ശവക്കല്ലറ ഇല്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ ഇവിടെ? അപ്പൊ ഇവർക്ക് മനസ്സിലായി ഫറവോൻ ഇവരെ കൊല്ലും. ആര് പറഞ്ഞു? ഇവരുടെ മനസ്സു പറഞ്ഞു ഫറവോൻ നിന്നെ കൊല്ലും. അത് നിമിത്തം അവർ പറയുവാണ്, മിസ്രൈമിൽ ശവക്കല്ലറ ഇല്ലാഞ്ഞിട്ടാണോ മോശെ നീ ഞങ്ങളെ മരുഭൂമിയിൽ കൊണ്ടുവന്നിട്ടത്? അപ്പം അവർക്ക് മനസ്സിലായി, ഈ മരുഭൂമിയിൽ വെച്ച് ഫറവോൻ ഞങ്ങളെ തുണ്ടം തുണ്ടമായി വെട്ടി ഞങ്ങളെ ഇവിടെ തീർക്കും. ആര് പറഞ്ഞു? മനസ്സു പറഞ്ഞു. എന്താണ് ഇവർ കേട്ടത്? ഇവർ കേട്ടത് പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം കിട്ടും. പക്ഷെ ഇപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മനസ്സിൽ വരുന്നതിനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് തന്നെയാണ് ഇപ്പോൾ എന്ത് സംഭവിക്കുന്നത് അറിയാവോ? വചനം അവർക്ക് ഉപകാരപ്പെടുന്നില്ല. ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ പലപ്പോഴും കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ കർത്താവിൻ്റെ വചനം ശ്രദ്ധിച്ചോണം. ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായിട്ട് നമ്മൾ പറയുന്നതിൻ്റെ പിന്നിൽ പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ, ഇതാണ് കൂട്ടായ്മയുടെ ശക്തി.
നിങ്ങളോട് പ്രാർത്ഥനയ്ക്ക് എവിടെയെങ്കിലും ഒന്ന് പോകാൻ പറഞ്ഞാൽ നിങ്ങൾ പറയും, ബ്രദറെ എനിക്ക് സമയമില്ല, എന്നെക്കൊണ്ട് പറ്റത്തില്ല, എനിക്ക് ഓട്ടോറിക്ഷ കയറണം, വണ്ടി കയറണം, വണ്ടിക്കൂലിയില്ല, ഇങ്ങനെ 100,000 എക്സ്ക്യൂസ് പറയുമ്പോൾ പിശാച് സന്തോഷിക്കുക. കാര്യം എന്നറിയോ, നിങ്ങൾക്ക് ദൈവവചനം കേൾക്കുവാനുള്ള സാധ്യതകൾ അവിടെ അടയ്ക്കപ്പെടുകയാണ്. നമ്മൾ വേണം വേര് മുളപ്പിക്കാൻ. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, പ്രാർത്ഥനയ്ക്ക് പോകുന്നത് കോട്ടയത്ത് നിന്ന് പാലക്കാട് വരെ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകാറുണ്ടായിരുന്നു. പ്രാർത്ഥനയ്ക്ക് പോയിട്ടുണ്ട്. അത് സുവിശേഷം പറയാൻ വേണ്ടി പോയിട്ടുണ്ട് ബൈക്കേൽ. ഒന്നാലോചിച്ച് നോക്കി, എന്തിനാ പോകേണ്ടത്? ബ്രദറിന് വീട്ടിലിരുന്നാൽ പോരെ, വീട്ടിലിരുന്ന ആൾക്കാർ വീട്ടിൽ വരത്തില്ലേ? അപ്പം അത് ചെയ്യുമ്പോൾ ആ 10 പേര് കേൾക്കുവാൻ അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവരോടത് പറയുമ്പോൾ നമുക്ക് ആ സുവിശേഷത്തിന് വേണ്ടി നാം വില കൊടുക്കുകയാണ്. ഞാനത് പറയുമ്പോൾ മറ്റൊരു വ്യക്തിയിലേക്ക് വിത്ത് പാകുകയും എൻ്റെ ഉള്ളിൽ വിശ്വാസത്തിൻ്റെ വേരവിടെ വീണ്ടും വീണ്ടും ഞാൻ ഇറക്കുകയാണ്. നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേരിറക്കുന്നില്ല നമ്മൾ. അപ്പോൾ വേരിറക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനം പറയുന്ന വാക്കാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആ പുറപ്പാട് പുസ്തകം വാക്യത്തിലൊന്ന് നിങ്ങളെ കാണിച്ചു തരാം. പുറപ്പാട് പുസ്തകത്തിൻ്റെ അകത്ത് അവർ പറയുന്ന വാക്കുണ്ട്, അതായത് മിസ്രൈമിൽ ശവക്കല്ലറ ഇല്ലാഞ്ഞിട്ടാണോ? പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന് 1-ാം വാക്യം അല്ലേ, അവർ ആരും ഇട്ടിട്ടുണ്ടായിരുന്നു. പുറപ്പാട് 14-ന്റെ 1-ാമത്തെ വാക്യം നോക്കി. യഹോവ പിന്നെയും മോശ കൽപ്പിച്ചതെന്നാൽ, നിങ്ങൾ തിരിഞ്ഞ് മധ്യേ കുറേ ഈ പേരുകൾ ഏറ്റവും വലിയ പാടുള്ള പേരുകളാണ്. എന്നാൽ അവർ ദേശത്ത് ഉഴലുന്ന മരുഭൂമിയിൽ കുടുങ്ങിയിരിക്കുന്നു എന്ന് ഫറവോൻ ഇസ്രായേൽ മക്കളെക്കുറിച്ച് പറയും. ശ്രദ്ധിച്ച്, അതിന് സമീപത്ത് സമുദ്രത്തിലരികെ പാളയം ഇറക്കണം. ഇപ്പം ഇവിടെ നോക്കിയേ, എന്നാൽ അവർ ദേശത്ത് ഉഴലുന്നു, മരുഭൂമിയിൽ കുടുങ്ങിയിരിക്കുന്നു എന്ന് ഫറവോൻ ഇസ്രായേൽ മക്കളെക്കുറിച്ച് പറയും. ഫറവോൻ അവരെ പിന്തുടരുവാൻ തക്കവണ്ണം ഞാൻ അവൻ്റെ ഹൃദയം കഠിനമാക്കി, ഞാൻ യഹോവയാകുന്നുവെന്ന് മിസ്രൈമ്യർ അറിയേണ്ടതിന് ഫറവോനിലും അവൻ്റെ സൈന്യത്തിലും ഞാൻ എൻ്റെ മഹത്വവും അവൻ ചെയ്ത് ജനം ഓടിപ്പോയി എന്ന് മിസ്രൈം രാജാവിന് അറിവ് കിട്ടിയപ്പോൾ ജനത്തെ സംബന്ധിച്ച് ഫറവോൻ്റെയും അവൻ്റെ ഭൃത്യന്മാരും മനസ്സുമാറി. ഇസ്രായേലർ അവരുടെ അടിമ വേലയിൽ നിന്നും വിട്ടയച്ചു കളഞ്ഞുവല്ലോ എന്ന് ഈ ചെയ്തതൊക്കെയും അവർ പറഞ്ഞു. അപ്പോൾ നമുക്കത് ഇത് കുറേ സാഹചര്യങ്ങളെ പറ്റി പറഞ്ഞിരിക്കുന്നത്. വിശേഷപ്പെട്ട 600 രഥങ്ങളെയും മിസ്രൈമിലെ സകല രഥങ്ങളെയും അവയ്ക്ക് വേണ്ടുന്ന തേരാളികളെയും കൂട്ടി യഹോവ മിസ്രൈം രാജാവായ ഫറവോന്റെ ഹൃദയം കഠിനമാക്കിയതിനാൽ അവൻ ഇസ്രായേൽ മക്കളെ പിന്തുടർന്നു. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് പരീക്ഷ. ആരാണ് ഫറവോന്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഇസ്രായേൽ മക്കളെ പിടിക്കാൻ വേണ്ടി ചിന്ത കൊടുത്തത്? യഹോവ തന്നെയാണ്. എന്തിനു വേണ്ടിയാണെന്നറിയാവോ? ലോകത്തിൻ്റെ മുമ്പിൽ, ലോകക്കാരുടെ നടുവിൽ ഇസ്രായേലിനെ പറ്റി ഇനി ലോകം പറയുമ്പോൾ ആ ലോകം അറിയണം അവരവിടുന്ന് തന്നെ വന്നതല്ല, ദൈവം അവരെ വിടുവിച്ചതാണ്. ഫറവോൻ അവരെ വിട്ടതല്ല, ദൈവമാണ് നിങ്ങളെ വിടുവിച്ചതെന്ന് ലോകം അറിയേണ്ടതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് അറിയണം. നിങ്ങൾ നോക്കിയേ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ മതി, കർത്താവിന് അതിൻ്റെ അകത്തൊരു മഹത്വമുണ്ട്. എന്തുകൊണ്ടാണ് ബ്രദറെ ഈ പ്രശ്നം തീരാത്തത്? ഒരു കാര്യം ഉറപ്പിച്ചോണം, ലോകത്തിൽ സകല മനുഷ്യരും കാണുകെ ദൈവനാമ മഹത്വം ആ വിഷയത്തിൽ വെളിപ്പെടാൻ വേണ്ടി പോവുക. ഇനി അവർ മോശയോട് പറയുകയാണ്, മിസ്രൈമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ ഈ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ടുവന്നത്? നീ ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത്? ഇതാണ് പിശാചു വന്ന് അവരുടെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട വചനത്തെ എടുത്തുകൊണ്ട് പോയി. പകരം അവൻ കുറേ ചിന്തയിട്ടു. ഫറവോന്റെ ഇടി കൊണ്ട് നീ തീരും, ഫറവോന്റെ വാളുകൊണ്ട് നീ തീരും, ഫറവോൻ നിന്നെ തല്ലിക്കൊന്ന് ഇഞ്ചിഞ്ചായിട്ട് ഇവിടെ ഇടും. ഇത് കേട്ട് ഹൃദയത്തിൽ വന്ന ഈ ചിന്ത, തല്ലിയിട്ടില്ല, കൊന്നിട്ടില്ല, വെട്ടിയിട്ടില്ല, ഉപദ്രവിച്ചിട്ടില്ല, ഇതൊന്നും ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവർ പറയുകയാണ്, ഞങ്ങൾക്ക് ഇവിടെ ശവക്കലർ ഒരുക്കിക്കോ. കണ്ടോ? ഉടനെ എന്നിട്ട് 12-ാമത്തെ വാക്യത്തിൽ പറയുന്ന വാക്കാണ് ഏറ്റവും വലുതാണ്, മിസ്രൈമ്യർക്ക് വേല ചെയ്യുവാൻ ഞങ്ങളെ വിടണം. കണ്ടോ അവസ്ഥ നോക്കി. പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം കാണാൻ വന്ന ആൾക്കാരാണ്. വലിയ പ്രാർത്ഥനയും സ്വോത്രവും ആലേലിയും ഒക്കെ ആയിട്ട് വന്ന ആൾക്കാർ ഇപ്പം പറയുവാണ്, ഞങ്ങളെ ഇനി ആ മിസ്രൈമിലെ കളക്ടർ വേലയ്ക്ക് ഞങ്ങളെ വിട്ടേക്ക്, ഞങ്ങളെ മിസ്രൈമിലെ MLA വേലയ്ക്ക് അല്ല, ആ ഫറവോന്റെ അടിമയാക്കി ഞങ്ങളെ വിടണം. ഇവരെ കൊണ്ട് ആര് പറയിപ്പിച്ചു? ഇവരുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന ചിന്ത എന്ത് ചെയ്തു? ഇവരെ കൊണ്ട് പറയിപ്പിച്ചു. ഇതാണ് പിശാച് വന്ന് ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട വചനത്തെ എടുത്തുകൊണ്ട് പോകുന്നത്. ഇവരിപ്പോൾ പറയുന്നത് എന്നാണെന്നറിയാവോ? ദൈവം പറഞ്ഞ കനാനെ പറ്റി അല്ല പറയുന്നത്, പകരം മിസ്രൈമിലെ പഴയ ജോലിക്ക് വേണ്ടി ഇപ്പോഴും അവിടെ വേക്കൻസി കിടപ്പുണ്ട്, ഇപ്പോഴും അവിടെ ഫറവോന്റെ ഇടികൊള്ളാൻ വേക്കൻസി കിടപ്പുണ്ട്. അതിനെപ്പറ്റി അവർ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുക. നോക്കിയേ,
എന്നിട്ട് ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് നിന്നോട് പറഞ്ഞില്ലയോ, മരുഭൂമിയിൽ മരിക്കുന്നേക്കാൾ മിസ്രൈമ്യർക്ക് വേല ചെയ്യുന്നതായിരിക്കണം ഞങ്ങൾക്ക് നല്ലതെന്ന് അവർ പറഞ്ഞു. എന്നിട്ട് മോശ പറഞ്ഞ വാക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിന് മോശ ജനത്തോട്, ശ്രദ്ധിച്ച്, അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട. ശ്രദ്ധിച്ച്, അപ്പം ഭയം അകത്തു വരുന്നുണ്ടോ? ഞാൻ പറയുന്നു ദൈവത്തിൽ നല്ല കേട്ടോ. പിശാചിൻ്റെ SMS ആണ് ഭയം. ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കാണാൻ വേണ്ടി പോവുക. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമ്യരെ ഇനി മേലാൽ കാണത്തില്ല. അടുത്ത വാക്യം നോക്കിയേ, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു. 13ഉം 14ഉം അടിവര ഇടേണ്ട വചനങ്ങളാണ്. നിങ്ങൾ മിണ്ടാതിരിക്കണം. ശ്രദ്ധിച്ചോ? അപ്പം നിങ്ങൾ ഈ മിണ്ടുന്നതായി കുഴപ്പം. ഈ മിണ്ടാതിരുന്ന് യഹോവ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പഴയ ജോലി തപ്പി പോകില്ല കേട്ടോ. ഇത് തന്നെയാണ് പലപ്പോഴും നമ്മുടെ മനസ്സിലേക്കും വരുന്നത്. നമ്മൾ ഈ വായി തോന്നുന്ന എല്ലാം വിളിച്ചു പറയുമ്പം നമ്മൾ ചിന്തിക്കുന്ന എന്നാണെന്നറിയാവോ, ദൈവം എൻ്റെ സങ്കടം മൊത്തം കേൾക്കുവാന്ന. അല്ല, നിങ്ങൾ യഥാർത്ഥത്തിൽ പിശാചിൻ്റെ കൂട്ടുപിടിച്ച് ദൈവത്തിനെതിരെ പറയുകയാണ്. ദൈവത്തിന് ഇഷ്ടം നിങ്ങളുടെ വിഷയങ്ങൾ ദൈവത്തോട് പറയുന്നതല്ല. തെറ്റിദ്ധരിക്കല്ലേ കേട്ടോ. ദൈവത്തിന് ഇഷ്ടം, കർത്താവേ എൻ്റെ കൊച്ചിൻ്റെ വിഷയം ഞാൻ വലിയ പ്രതിസന്ധിയില്ല കർത്താവേ, എനിക്ക് കർത്താവേ എപ്പോഴും ഈ പ്രശ്നത്തെ ഞാൻ കുടുങ്ങി, ഞാൻ ഒന്നിനും ഗതിയില്ലാത്തന കർത്താവേ, ഇത് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം ദൈവത്തിന് ഭയങ്കര കരുണയാണെന്ന. അല്ല, അവിടെ ദൈവം കരയുകയും പിശാച് സന്തോഷിക്കുകയും ചെയ്യുക. നിങ്ങൾ മിണ്ടാതിരുന്നിട്ട് പറയണം, എൻ്റെ കൊച്ചിൻ്റെ വിഷയത്തിൽ എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അത്ഭുതം കാണും എന്ന് പറഞ്ഞ് പഠിച്ചേ. അവിടെ യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഏത് പ്രതിസന്ധി ആണെങ്കിലും ദൈവം അവിടെ ഇറങ്ങി വരും. ആമേൻ. അപ്പം ഇവിടെ എന്താ സംഭവിച്ചത്? ഇതാണ് പിശാച് വന്നവർ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തുകൊണ്ട് പോയി. അതുകൊണ്ടാണ് കേൾക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾ എങ്ങനെയാ കേൾക്കുന്നത്? അപ്പോൾ കേൾക്കുന്ന വചനത്തിൻ്റെ വ്യാഖ്യാനത്തെപ്പറ്റി നമ്മൾ മനസ്സിലാക്കണം എപ്പോഴും. അപ്പോൾ ഈ ദിവസങ്ങളിൽ കൂടുതൽ ഒരു ദൈവപ്രവൃത്തി ആവശ്യമെങ്കിൽ ദൈവപ്രവൃത്തിയെ പറ്റിയുള്ള കാര്യങ്ങളെപ്പറ്റി കേൾക്കണം. ദൈവം ചെയ്ത കാര്യങ്ങളെപ്പറ്റി കേൾക്കണം. ദൈവം നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവൃത്തി ചെയ്ത കാര്യങ്ങളെപ്പറ്റി കൂടുതൽ അറിയണം. അതിലേക്ക് കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധ വെക്കണം. നിങ്ങൾ അതിൽ എക്സ്പീരിയൻസിലുള്ള വ്യക്തിയായിട്ട് തീരണം. ആമേൻ. പലപ്പോഴും എന്താ സംഭവിക്കുന്നറിയാവോ, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഏതെങ്കിലുമൊക്കെ ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ഈ ചിന്തകളാണ് നമ്മളെ ബലപ്പെടുത്തുന്നത്. ഇവിടെ ഫറവോൻ അവരെ പിടിച്ചില്ല, അവരുടെ വാളുകൊണ്ട് വെട്ടാൻ നോക്കിയില്ല, അങ്ങെങ്ങാണ്ട് ദൂരെ പുള്ളി വരുന്നതേ ഉള്ളൂ. പക്ഷേ മോശ പറയുകയാണ്, ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്ന രക്ഷ നീ കാണ്. അപ്പം സംഭവിച്ചിട്ടില്ല, കാണ് നീ. അത് നീ ഇപ്പം ഫറവോൻ ചെയ്യുന്നതല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫറവോൻ ഇടിക്കുന്നതിന് മുമ്പേ ഇടി കൊള്ളുന്ന കാര്യമാണ് പറയുന്നത്. ഫറവോൻ തല്ലിക്കൊല്ലുന്നതിന് മുമ്പേ ശവപ്പെട്ടി ഒരുക്കുന്ന കാര്യം ചിന്തിക്കുന്ന നീ, ഫറവോൻ വന്നില്ല, പ്രതികൂലം നിന്നെ വിഴുങ്ങിയിട്ടില്ല, പ്രശ്നം നിന്നെ തകർത്തിട്ടില്ല, അതിന് മുമ്പ് തന്നെ അത് പറഞ്ഞുകൊണ്ടിരിക്കാതെ ദൈവം ചെയ്യുവാൻ പോകുന്നതിനെപ്പറ്റി ഒന്ന് കണ്ടോണ്ട് പറ. നോക്കിക്കേ, കണ്ടുകൊണ്ട് പറ. നീ കാണുന്നത് പറ. ഇനി നമുക്ക് നേരെ കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തു വെച്ച 2 കൊരിന്ത്യർ 5:7 പോകാം. കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്ര ഞങ്ങൾ നടക്കുന്നത്. 2 കൊരിന്ത്യർ 5-7 പറയുന്നു, കാഴ്ചയാലല്ല. അപ്പം കാണുന്നത് ഫറവോനെ ആണെങ്കിൽ, ഫറവോനെ അല്ല കാണേണ്ടത്, വിശ്വാസത്തിൽ എന്താ കാണുന്നത്? നിങ്ങൾ കാണുന്ന ഫറവോനെ അല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വിശ്വാസത്തിൻ്റെ അകത്തിരിക്കുന്ന, വിശ്വാസത്തിൻ്റെ അകത്ത് ഒന്നേ ഉള്ളൂ, വചനമെന്ന വിത്ത്. ഈ വിത്തകത്തുള്ളവർ അതിൻ പ്രകാരം ഒന്ന് കണ്ടേ. അപ്പോൾ നിങ്ങൾ ഇതിക്കും, ബ്രദറെ ഇതൊക്കെ പറയാനും കേൾക്കാനും ഒക്കെ എന്ത് രസമാണ് ബ്രദറെ, പക്ഷേ ഒരു സാഹചര്യത്തിൻ്റെ അകത്ത് അകപ്പെടുമ്പോഴാണ് ബ്രദറെ ഇതിനെപ്പറ്റിയുള്ള അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നത്, നിങ്ങൾ കൂട്ടായ്മയിൽ ശക്തിപ്പെടണം. പലപ്പോഴും നിങ്ങൾ തളരുന്നവരാണെന്ന് അറിയാം. ഈ തളർന്നു പോകുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ ബ്രദറെ ഇപ്പം പ്രാർത്ഥനയ്ക്ക് പോലും കയറാൻ തോന്നുന്നില്ല, പ്രാർത്ഥനയ്ക്ക് സംബന്ധിക്കാൻ പോലും എനിക്ക് തോന്നുന്നില്ല. അപ്പം ആ തോന്നൽ എന്തുകൊണ്ടാണ് വരുന്നറിയാവോ? പ്രാർത്ഥനയ്ക്ക് കയറിയാൽ എന്നാ കുഴപ്പം? പ്രാർത്ഥനയ്ക്ക് കയറുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് കയറിക്കൂടിയ ഭാരം, അവിടെ നിങ്ങൾ ഉറപ്പിച്ചു, ഒരു വ്യക്തിക്ക് പ്രാർത്ഥനയ്ക്ക് കയറാൻ തോന്നുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ അകത്ത് പിശാചിൻ്റെ സകല പരിപാടിയായിട്ട് അവൻ തമ്പടിച്ചിരിക്കുന്നു.
അവൻ പ്രവേശിച്ചിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക്. എങ്ങനെ അറിയാൻ പറ്റി? കാരണം പ്രാർത്ഥനയെന്നുള്ളത് എപ്പോഴും, ഞാൻ പറഞ്ഞില്ല, നിങ്ങളോട് എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഈ കൂട്ടായ്മയിൽ ഒരു പ്രത്യേകത, ഒറ്റ ആലോചന മതി നമ്മുടെ ജീവിതം മാറാൻ വേണ്ടി. ഒറ്റ ആലോചന. കഴിഞ്ഞ ദിവസം നമ്മുടെ സൂസി സിസ്റ്റർ സാക്ഷ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മളത് പറഞ്ഞു. സൂസി സിസ്റ്റർ പ്രാർത്ഥനയ്ക്ക് കയറിക്കൊണ്ട സമയത്ത് ഒരു കൊച്ചിൻ്റെ പേര് വെളിപ്പെടുത്തിയിട്ട് ദുബായിലുള്ള ആ ഒരു പെറ്റിനെ, എന്തോ ഒരു തത്തമ്മേനെ എന്തോ അതിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എന്തോ ഒരു പെറ്റിൻ്റെ കാര്യം വെളിപ്പെടുത്തി. സിസ്റ്റർ പറഞ്ഞു, അത് ഞാൻ നേരത്തെ ജോലി ചെയ്ത വീട്ടിലെ ആ കുടുംബത്തിലെ ആ വീടാണ് കർത്താവ് കാണിക്കുന്നത്. അപ്പം അവരെന്നെ കഴിഞ്ഞ ദിവസം ക്ഷണിച്ചതേ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ അവിടെ പോകണോ വേണ്ടയോ എന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇതൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. പക്ഷേ കർത്താവ് പറഞ്ഞു, ആ കൊച്ചിൻ്റെ പേര് വെളിപ്പെടുത്തിയിട്ട് ആ കൊച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പെറ്റിൻ്റെ അത് വെളിപ്പെടുത്തി, അത് റൂമിൻ്റെ അകത്ത് ഇരിക്കുന്ന എല്ലാം കർത്താവ് വെളിപ്പെടുത്തി. എന്നിട്ട് കർത്താവ് പറയുകയാണ്, അങ്ങോട്ട് പൊക്കോ, ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. കണ്ടോ, ഇന്നലെയോ മിനിഞ്ഞാന്നോ ആ സഹോദരി സാക്ഷ്യം പറഞ്ഞു, ഞാൻ ദുബായിലെത്തി. കണ്ടോ? അപ്പോൾ ഒറ്റ ആലോചന ജീവിതം മാറ്റിയത് കണ്ടില്ലേ? ഒറ്റ ആലോചന ദൈവത്തിൻ്റെ ആ ഒരു പദ്ധതിയിലോട്ട് പ്രവേശിച്ച് കണ്ടില്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് കൂട്ടായ്മയെ കയറാൻ കഴിയാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിശാചിൻ്റെ മനസ്സിലായി കയറിയ, ഞാൻ എപ്പോഴും പറഞ്ഞു, ഒറ്റ ആലോചന, ഞാനതിനെ പ്രവചന ആലോചനയായിട്ട് പറയുക. ഒറ്റ ആലോചന മതി നിങ്ങളുടെ ജീവിതം മാറാൻ. ഞാൻ അതിൽ വിശ്വസിക്കുന്ന ആളാണ്. ഒറ്റ ആലോചന മതി നമ്മുടെ ചരിത്രം മാറാൻ. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും ഈ പ്രാർത്ഥന എന്നുള്ളത് അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ എന്ന് പറയുന്നത്. ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും തൻ്റെ ആലോചനയിൽ മാറാത്ത ദൈവമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സമയത്താണ്, ഇപ്പം ഞാൻ ഉദാഹരണം പറയാം, ഞാൻ പെട്ടെന്ന് തന്നെ ആ വാക്യം ഞാൻ ഇന്ന് റെഫറൻസ് ആയിട്ട് എടുത്തല്ല, അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. 1 ശമൂവേലിൻ്റെ പുസ്തകത്തിൻ്റെ അകത്ത് പരിചിതമായൊരു സഹോദരി നമുക്കൊന്ന് എടുക്കാം. എപ്പോഴാണ് ആ ഒരു പരിഹാരത്തിലേക്ക് വരുന്നത്? ഒന്ന് 1 ശമൂവേലിൻ്റെ ഓക്കെ, ഇവിടെ നോക്കി. ഇവിടെ നമുക്കറിയാം ഹന്നയുടെ കാര്യത്തെപ്പറ്റി പറയാം. നമ്മൾ അറിയാവുന്ന കാര്യമാണ്. 1 ശമൂവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിന് 9-ാം വാക്യം. അവർ ഷീലോവിൽ വെച്ച് തിന്നുകയും കുടിക്കുകയും ചെയ്ത ശേഷം ഹന്ന എഴുന്നേറ്റ് പോയി പുരോഹിതനായ ഏലി യഹോവയുടെ മന്ദിരത്തിൻ്റെ വാതിലടച്ചു ആ സ്ഥാനത്തിൽ ഇരിക്കുകയായിരുന്നു. ആ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. അവൾ ഒരു നേർച്ച നേർന്നു, സൈന്യങ്ങളുടെ യഹോവയാണ്, അടിയൻ്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ തൻ്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും, അവൻ്റെ തലയിൽ ശൗര്യം തൊടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏലി അവളുടെ വായെ സൂക്ഷിച്ചു നോക്കി. അന്ന ഹൃദയം കൊണ്ട് സംസാരിക്കുന്നതിനാൽ അവളുടെ അധരം അനങ്ങത്തില്ലാത്തതുകൊണ്ട് ശബ്ദം കേൾക്കുകയില്ലായിരുന്നു. ആകയാൽ അവൾ ലഹരി പിടിച്ചിരിക്കുന്നെന്ന് ഏലിക്ക് തോന്നി. ഏലി അവളോട്, നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കുന്നു? അപ്പം നലച്ചു നോക്കി, മദ്യപിച്ച് ബോധം കെട്ടി നിൽക്കുന്ന ഒരു ഹന്നയാന്ന് വിചാരിച്ച് ഉടനെ എന്ത് ചെയ്തു? ഏലി പുരോഹിതൻ ചോദിക്കുവാണ്, നീ കള്ളു കുടിച്ചിട്ടാണോ പ്രാർത്ഥനയ്ക്ക് വന്നേക്കുന്നത്? ഒരു ചോദ്യം. അപ്പം ഉടനെ പറയുകയാണ്, അന്നയുടെ ഹൃദയം കൊണ്ട് ഏലി അവളോട്, നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കുന്നു, നിന്റെ വീഞ്ഞിറങ്ങട്ടെ എന്ന് പറഞ്ഞു. അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, അങ്ങനെയല്ല യജമാനനെ, ഞാൻ മനോവ്യസനമുള്ള സ്ത്രീ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല, യഹോവയുടെ സന്നിധിയിൽ എൻ്റെ ഹൃദയം പകരുവാണ്. ഇനി ഇവിടെ നോക്കിയേ, യഹോവയുടെ സന്നിധിയിൽ തൻ്റെ ഹൃദയം പകരുന്നു. അപ്പം എന്താ പകർന്നുകൊണ്ടിരുന്നത്? തൻ്റെ ഹൃദയം. അപ്പോൾ എന്താ തൻ്റെ ഹൃദയം? അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളെപ്പോഴും ചെക്ക് ചെയ്യുന്ന ഹാർട്ട് ബീറ്റുള്ള ഈ ഹൃദയം പകർന്നു എന്നാണോ? അല്ല. അതിന് തൊട്ട് മുകളിലത്തെ വാക്യത്തിൽ യഹോവയുടെ സന്നിധിയിലേക്ക് ഈ ഹൃദയം പകരുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയേ, അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്യം, എനിക്കൊരു പുരുഷ സന്താനത്തെ നൽകിയാൽ ഞാൻ അടിയനെ അവൻ്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. ഈ ഒരു ആഗ്രഹത്തെ ദൈവത്തിന് കൊടുക്കുക. ഈ കൊടുക്കുന്ന സമയത്താണ് ഏലി വന്നിട്ട് പറയുകയാണ്, നീ വീഞ്ഞു കുടിച്ച് മത്ത് പിടിച്ചിരിക്കുകയാണോ? വീഞ്ഞു പിടിച്ചു മത്ത് പിടിച്ചിരിക്കുകയാണോ ചോദിച്ചപ്പോൾ അല്ല, ഞാൻ എൻ്റെ ഹൃദയത്തെ യഹോവയ്ക്ക് പകർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൾ പറയാം, ഞാൻ മദ്യമോ വീഞ്ഞോ ഒന്നും കുടിച്ചിട്ടില്ല, യഹോവയുടെ സന്നിധിയിൽ എൻ്റെ ഹൃദയം പകരുക എത്രേ ചെയ്തത്. എന്നിട്ട് അടിയൻ ഒരു നീച സ്ത്രീ എന്ന് വിചാരിക്കരുത്, അടിയൻ സങ്കടത്തെയും വ്യസനത്തെയും നീ അധികം കൈക്കൊണ്ടിരിക്കുന്നു. ഏലി, സമാധാനത്തോടെ പോകുക, ഇസ്രായേലിൻ്റെ ദൈവത്തോട് നീ കഴിച്ച നിൻ്റെ അപേക്ഷ
അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞു. അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കട്ടെ എന്ന് പറഞ്ഞു. സ്ത്രീ തൻ്റെ വഴിയിൽ പോയി ഭക്ഷണം കഴിച്ചു. അവളുടെ മുഖം പിന്നെ വാടിയില്ല. കണ്ടോ? അപ്പം അതുവരെ അവളെ മുഖം വാടിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്നറിയാവോ? തലമുറയില്ല എന്നുള്ള വിഷമത്തെ എപ്പോഴും ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം, എൽക്കാന എന്ന് പറയുന്ന ഭർത്താവിൻ്റെ കുടുംബക്കാർ മൊത്തം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? എപ്പോഴും ചോദ്യവാ. ഈ ഒരു വിഷയം മനസ്സിൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരുന്ന ഹന്ന ഒരു ദിവസം ഒരു തീരുമാനമെടുത്തു. എനിക്കൊരു ആൺകൊച്ചിനെ തന്നാൽ ഞാൻ അവനെ സുവിശേഷ വേലയ്ക്ക് കർത്താവിൻ്റെ നാമത്തിൽ തരാം. ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഏലി വന്നിട്ട് പറഞ്ഞു, നീ വീഞ്ഞു കുടിച്ചിരിക്കുവാണ്? അല്ല. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴേക്കും ഏലി പറഞ്ഞു, പൊക്കോ, നിനക്ക് ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ നിനക്ക് ദൈവം നൽകുമാറാകട്ടെ. അപ്പം നീ പറഞ്ഞത് ദൈവം നൽകട്ടെ. അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. സ്ത്രീ വഴിക്ക് പോയി. അവളുടെ മുഖം പിന്നെ വാടിയില്ല. അതായത് ഏലി പുരോഹിതൻ പറയുകയാണ്, നിനക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ കഴിച്ചത് നിനക്ക് ലഭിക്കും, നിനക്ക് ലഭിക്കട്ടെ എന്ന് പറഞ്ഞു. ആ ഒറ്റ ആലോചനയിൽ അവൾ എന്ത് ചെയ്തു? ആ സൗരി പറഞ്ഞ വാക്ക് കണ്ടോ? അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. സ്ത്രീ പിന്നെ തൻ്റെ വഴിക്ക് പോയി. അതിൻ്റെ അർത്ഥം പിന്നെ അവിടെ ഏലിയായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോയില്ല. അവളുടെ മുഖം പിന്നെ വാടില്ല. അപ്പം മനസ്സിൽ മൊത്തം എന്താ ചിന്തയെന്നറിയാവോ? ഞാൻ ദൈവത്തിൻ്റെ കയ്യിലോട്ട് എൻ്റെ കൊച്ചിനെ കൊടുത്തു, ഞാനിനി അത്ഭുതവുമായിട്ടേ ഇവിടെ വരത്തുള്ളൂ. ശ്രദ്ധിച്ചു നോക്കി. പിന്നെ അവൾ വന്നത് അത്ഭുതവുമായിട്ടാണ്. പിന്നെ അവളുടെ മുഖം വാടിയില്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയാലും ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോണം, നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ അകത്തിരിക്കുന്ന വചനവും ദൈവവുമായിട്ട്, നിങ്ങളെയും ദൈവവുമായിട്ട് കണക്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് വചനം. ഇത് നിങ്ങളുടെ ഉള്ളത്തിൽ ഉണ്ടെങ്കിൽ ഇത് മറികടന്ന് ദൈവം പോകത്തില്ല. ഇത് മറന്നിട്ട് ദൈവത്തിനൊരു പരിപാടിയില്ല. അപ്പം നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ, കർത്താവിൻ്റെ ഇടത്തിലേക്ക് വരുമ്പോൾ, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഒറ്റ ആലോചന മതി നിങ്ങളുടെ ജീവിതം മാറാൻ. ഞാൻ ഈ സുവിശേഷം പ്രസംഗിക്കാനോ പറയാനോ ഒന്നും ഒരിക്കലും ആഗ്രഹിച്ച മനുഷ്യനല്ല. ഏതെങ്കിലും ഒരു മൂലയ്ക്ക് എവിടെയെങ്കിലും പോയി ഇരിക്കാൻ വേണ്ടി ആഗ്രഹിച്ച ആളാണ്, സത്യമായിട്ടും ആഗ്രഹിച്ച ആളാണ്. ഇന്ന് രാജ്യങ്ങളിൽ കർത്താവ് എന്നെ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം ആലോചനയാണ്. പരിശുദ്ധാത്മാവിന് തോന്നി, എന്നാൽ പിന്നെ ഇവനെ അങ്ങ് ഉപയോഗിച്ചേക്കാം. അവൻ്റെ കഴിവ് വേണോ? വേണ്ട. കഴിവുമില്ല, ഒന്നുമില്ല. കർത്താവ് തീരുമാനിച്ചു. ആ ഒറ്റ ആലോചനയാണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചതെങ്കിൽ നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ഒരു ആലോചനയ്ക്ക് വേണ്ടി കാത്തിരിക്കണം. അപ്പോൾ അത് കിട്ടുന്ന സ്ഥലമാണ് കൂട്ടായ്മ. നിങ്ങൾ സിനിമാ തിയേറ്ററിൽ പോയി ആലോചന കേട്ടുവോ? ഇല്ല. നിങ്ങൾ കല്യാണ വീട്ടിൽ പോയി ആരെങ്കിലും കൂടെ ആലോചന പറയുമോ? ഇല്ല. നിങ്ങൾ മരണ വീട്ടിൽ പോയി ആരെങ്കിലും ആലോചന പറയുമോ? ആലോചന കിട്ടുന്ന ഏക സ്ഥലം ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ മാത്രമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങളുടെ ബോസ് വന്നിട്ട് നിങ്ങളോട് പ്രവചിക്കുമോ? ഇല്ല. കല്യാണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ കല്യാണ ചെറുക്കൻ വന്നിട്ട് പറയാം, നീ ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നത്, പ്രവചിക്കുമോ? പ്രവചനവും ആലോചനയും കിട്ടുന്ന സ്ഥലം കൂട്ടായ്മയാണ്. അപ്പം ഇങ്ങോട്ട് വരാൻ തോന്നുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം പിശാച് നിങ്ങളുടെ ഹൃദയത്തെ കവർന്നിരിക്കുന്നു. ഏതൊക്കെയോ ആലോചന കേട്ട് നിങ്ങളുടെ ജീവിതത്തെ വഴിത്തിരിവുകളെ നടക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് നമുക്ക് ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ മടി വരുന്നത്. സത്യമായിട്ട് ഞാൻ പറയാം, കൂട്ടായ്മയിലേക്ക് വരാൻ. ഇന്ന് ഞാൻ ചോദിച്ചോട്ടെ, ഹന്ന ഈ ആലയത്തിൽ വന്നില്ലായിരുന്നെങ്കിലോ? ഏലി പ്രവാചകൻ പറഞ്ഞ വാക്ക്, പുരോഹിതൻ പറഞ്ഞ വാക്കുണ്ടോ? യഹോവ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ നിനക്ക് ദൈവം നൽകുമാറാകട്ടെ. ആ ഒറ്റ വാക്കെ പിടിച്ചുകൊണ്ടാണ് പിന്നെ അവളുടെ മുഖം വാടിയില്ല. കണ്ടോ? അതുവരെ കരഞ്ഞു കൂകിയിരുന്ന ആൾ പിന്നെ കരയാൻ പറ്റിയില്ല. ഏലി പറയും, ഇനി ഞാൻ കരയുന്ന പരിപാടി നിർത്തി, ഇനി എന്ത് ചെയ്യാൻ പോവാ? ഞാൻ നല്ല ഒന്നാം തരം ഒരു വാക്ട തലമുറയെ കാണാൻ വേണ്ടി പോവാ, യഹോവയ്ക്ക് കൊടുക്കാൻ വേണ്ടി പോവാ. തീരുമാനമെടുത്തു. കണ്ടോ? ആ ആലയത്തിൽ വന്ന് ആലോചന കേട്ടതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഒരുറപ്പ് കിട്ടി. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ വളരെ സൂക്ഷിക്കണം കേട്ടോ. ഈ കൂട്ടായ്മ വന്നിട്ട് നമുക്ക് ഈ കുഞ്ഞുകളിക്കൊന്നും നിങ്ങളെയൊക്കെ മാറ്റി വെക്കണം. ഞാൻ വളരെ സീരിയസ് ആകണം. ഇവിടെ തമാശ കളിക്കാൻ വേണ്ടി അല്ല വന്നിരിക്കുന്നത്. ഇവിടെ കള്ളത്തരം കാണിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക്. കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സന്നിധിയാണ്. എപ്പോഴും ഞാൻ പറയാറില്ല, ഒറ്റ ആലോചന, ഒറ്റ ദൈവപ്രവൃത്തി, ഏക വചനം. നിങ്ങളുടെ ജീവിതത്തെ, ഞാൻ പ്രവചനം മാത്രമല്ല പറയുന്നത്, വചനമായിക്കോട്ടെ, അത്ഭുതമായിക്കോട്ടെ, നമ്മുടെ ചരിത്രത്തെ ഞാൻ അതിൽ വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ ബ്രേക്ക് ത്രൂവിൽ വിശ്വസിക്കുന്ന ആൾ. ഏതു നിമിഷവും വലിയ ട്വിസ്റ്റുകളിൽ ഞാൻ വിശ്വസിക്കുന്ന ആളാണ്.
2023 വർഷം നവംബർ മാസത്തിൽ വലിയൊരു ട്വിസ്റ്റാണ് നമ്മുടെ ജീവിതത്തിൽ നടന്നത്. അന്ന് 10-20 പേരായിട്ടിരുന്ന നമ്മുടെ കൂട്ടായ്മയിലേക്ക് 30 കൂട്ടായ്മയിലേക്ക് ഒറ്റ ദിവസം പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഞാനിതിനെ ബൗണ്ടറികളെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു. ബൗണ്ടറികളെ, ആ ഒറ്റ പ്രവചന ആലോചന ഞാൻ ആമേൻ പറഞ്ഞു. അതിനുശേഷം വലിയൊരു വർധനവിലേക്ക് ദൈവം ചെയ്തു. അപ്പോൾ ദൈവത്തിന് ഒത്തിരി ആലോചനയുണ്ട്. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? നമുക്ക് പിടിച്ചു വാങ്ങാൻ പറ്റത്തില്ല. നമുക്കൊരിക്കലും ദൈവത്തിൻ്റെ ആലോചനയെ പിടിച്ചു വാങ്ങാൻ പറ്റത്തില്ല. ദൈവത്താൽ അത് സംഭവിക്കണം. ദൈവത്താൽ സംഭവിക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ പലരുടെയും ജീവിതത്തിലെ ദൈവിക ആലോചനകൾക്കകത്തുണ്ടായ ദൈവപ്രവൃത്തികളെ എനിക്കറിയാം. നമ്മുടെ ഇടയിൽ തന്നെ സംഭവിക്കുന്നുണ്ട്. അതല്ലാതെ തന്നെ കർത്താവ് ചെയ്ത പല കാര്യങ്ങളെയും എന്ത് ചെയ്യുന്നുണ്ട്? ദൈവം ഇടപെട്ടത് എനിക്കറിയാൻ പറ്റും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ഞാനൊരു തിരുവല്ലയിൽ ഒരു സ്ഥലത്ത് പ്രാർത്ഥിക്കാണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഒരു സഹോദരിയുടെ അടുക്കൽ ചെന്ന് വല്ലാത്ത വ്യസനിച്ച് പ്രാർത്ഥിച്ച് ഇരിക്കുന്ന ഒരു സഹോദരിയായിരുന്നു. ആ സഹോദരി അടുക്കലേക്ക് ചെന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഫലമില്ലാത്ത വൃക്ഷത്തിൻ്റെ മേൽ ഫലത്തെ ദൈവം ചെയ്യാൻ വേണ്ടി പോകുന്നു. 3 പ്രാവശ്യം ഈ സഹോദരി തലമേൽ കൈവച്ച് ഞാൻ പറഞ്ഞു, ഇതേ ആലോചന. ഞാൻ ചോദിച്ചു, സഹോദരി എനിക്കറിയത്തില്ല, എൻ്റെ ഉള്ളിൽ നിങ്ങളുടെ അടുക്കലേക്ക് വരുന്ന സമയത്തെല്ലാം നിങ്ങളുടെ തലയിലോട്ട് കൈവച്ചിട്ട് പരിശുദ്ധാത്മാവ് ഇത് പറയാൻ വേണ്ടി തന്നെ എൻ്റെ വാക്ക് പറയുകയാണ്, നീ ഫലം കായ്ക്കും, നീ ഫലം കായ്ക്കും, നിൻ്റെ അകത്ത് ഫലം ഉണ്ടാകാൻ വേണ്ടി പോവുക. ഇത് പറഞ്ഞ ഉടനെ ഈ സഹോദരി പൊട്ടിക്കരയാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, സഹോദരി എന്തു പറ്റി? ആ സഹോദരി പറയാം, വർഷങ്ങളായിട്ട് തലമുറയില്ലാതെ ഭാരപ്പെടുക, ഇന്നും കൂടെ നിന്ന കേട്ടോണ്ടാണ് വന്നത്. ഫലമില്ലാത്തവളെ എന്നുള്ള വിളി അമ്മായിയമ്മ എപ്പോഴും വിളിക്കും, ഫലമില്ലാത്തവളെ, ഫലമില്ലാത്തവളെ. ഇതേ ആലോചനയാണ് പരിശുദ്ധാത്മ പറഞ്ഞത്, നീ ഫലമില്ലാത്തവളെന്ന് വിളിക്കുന്ന നടുവിൽ നീ ഫലം കായ്ക്കാൻ വേണ്ടി. ഇപ്പോൾ ഒറ്റ ആലോചന ആ ഉദരത്തെ യേശു തുറന്നു. അപ്പോൾ ആ കൂട്ടായ്മയിൽ സഹോദരി പറയുക, ഓ എല്ലാ ദിവസവും പരിഹാസവും നിന്നേക്ക് ഞാൻ വീട്ടിൽ കിടന്നോളാം എന്നും പറഞ്ഞുകൊണ്ട് കിടന്നിരുന്നെങ്കിലോ ഇത് കേൾക്കാൻ പറ്റുമായിരുന്നു? ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എനിക്ക് അവിടം വിട്ട് ആ സഹോദരി വിട്ട് എനിക്ക് മൂവ് ചെയ്യാൻ പറ്റാതെ ആയിപ്പോയി. ഞാൻ ഒന്ന് തലേ കൈ വെച്ച് പറഞ്ഞു, 2 തലേ കൈ വെച്ച് പറഞ്ഞു, 3ാമത് എൻ്റെ ഉള്ളിൽ ഈ സഹോദരിയെ കാണുമ്പോൾ എല്ലാം പറയുക. അതുകൊണ്ട് ഞാൻ എടുത്തു ചോദിച്ചു, സഹോദരി എനിക്കറിയത്തില്ല, നിങ്ങളെ വിട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ പരിശുദ്ധാത്മാവ് എന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക, എന്താ വിഷയമെന്ന് ഞാൻ ചോദിച്ചു. എനിക്കും അറിയത്തില്ല എന്നാ വിഷയമെന്ന്. ദൈവം അത്രയും വെളിപ്പെടുത്തിയുള്ളൂ എനിക്കും. ഞാൻ ചോദിച്ചു, എന്നാ വിഷയം? ഇന്നതാ വിഷയം. കണ്ടോ, ആ ഒറ്റ ആലോചന കർത്താവ് നിങ്ങളെ തൊടും. അപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് വളരെ സൂക്ഷിക്കണം. നമ്മുടെ ചിന്തകൾക്കകത്ത് വലിയ സ്ഫോടനം നടക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഉൾപ്പെടെ പറയട്ടെ, പലപ്പോഴും ഞാൻ ആകുല ചിന്തകളിൽ പലപ്പോഴും കുടുങ്ങിപ്പോകാറുണ്ട്. കുടുങ്ങിപ്പോകാമെന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പുറകെ പോകാറുണ്ട്. കുടുങ്ങിപ്പോകാമെന്നല്ല, അത് ചിന്തിച്ച് എങ്ങനെയാ ഞാൻ തന്നെ വാഗുകൊണ്ട് പിന്നെ പറയാൻ തുടങ്ങും. പലപ്പോഴും ആ വചനത്തിന് വിരുദ്ധമായിട്ട് ഞാൻ പലപ്പോഴും പറയാം. പിന്നെ എനിക്ക് മനസ്സിലായില്ല, ഇതിനെ വെട്ടാൻ വേണ്ടിയാണ് വചനം എന്ന വാൾ. ഒന്നുകൂടെ ഞാൻ പറയാം, വചനം പറയുമ്പോൾ അതിനെ വെട്ടി നീക്കിയെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുവാൻ കഴിയത്തുള്ളൂ. ഒരു യുദ്ധത്തിൽ വാളുള്ളവൻ വെട്ടിയാൽ മാത്രമേ യുദ്ധത്തിൽ മുന്നോട്ട് നടക്കുവാൻ കഴിയത്തുള്ളൂ. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി കർത്താവേ, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ കൃപയ്ക്കായി ഞങ്ങൾ സ്തുതിക്കുന്നപ്പ, വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ദൈവാത്മാവേ, അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നല്ലോ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നല്ലോ, അങ്ങയുടെ വലിയ മഹത്വം ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് വെളിപ്പെടുത്തുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ. യേശുവേ, അങ്ങയുടെ വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്നല്ലോ. നമ്മുടെ കർത്താവ് ഇന്ന് സനൂപ് എന്ന് പറയുന്ന ഒരു മകനെ കർത്താവ് തൊടുന്നായിട്ടാണ് പറയുകയാണ്. സനൂപ്, ആ കുടുംബത്തിൽ നിന്ന് അനർത്ഥവും ദുരന്തവും വിട്ടു മാറുന്ന ഒരു വാക്ക് ദൈവം പറയുകയാണ്. സനൂപ് എന്ന പേരുള്ള ഒരു വ്യക്തിയെ കർത്താവിനെ തൊടുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ മരണം നീങ്ങി ജീവൻ വ്യാപരിക്കുന്നല്ലോ. ഞാൻ ആ ഭവനത്തെ അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഇന്നവിടെ ഉണ്ടാകുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഈ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത സമയങ്ങളിൽ തന്നെ ആ കുടുംബത്തിൻ്റെ അകത്തൊരു മരണം സംഭവിച്ചൊരു ഭവനമാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പോൾ ഒരു മരണ വാർത്ത കേട്ട ഭവനമാണ്. ഇന്ന് ആ കുടുംബത്തിൽ നിന്നും എല്ലാവിധമാകുന്ന പിശാചിൻ്റെ നുകങ്ങളെ ഞങ്ങൾ വെട്ടി നീക്കുന്നപ്പോൾ, ഇന്ന് കേട്ട ആലോചന പോലെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. ആരെങ്കിലും സൂമിലുള്ളവരാണ് ഈ ആലോചനയുമായിട്ട് ബന്ധപ്പെട്ടതെങ്കിൽ അവർ മാത്രമേ മ്യൂട്ട് മാറ്റാവുള്ളൂ. അല്ലാത്തവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്തേ.
യേശുവിൻ്റെ നാമത്തിൽ. അല്ലാത്തവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്ത് യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ അത്ഭുതം ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ സംഭവിക്കുന്നല്ലോ. ഇപ്പോൾ തന്നെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ആ കുടുംബത്തിൽ ജീവൻ വ്യാപരിക്കുന്നല്ലോ യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ ഈ ജീവൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഈ ജീവൻ എന്നു പേരുള്ള ഒരു വ്യക്തിയെയും കൂടെ കർത്താവ് സ്പർശിക്കുക. ആ വാക്ക് വന്നപ്പോൾ തന്നെ ജീവൻ എന്നു പേരുള്ള, അതോടൊപ്പം തന്നെ ജീവ എന്നു പേരുള്ള ഒരു വ്യക്തിയെയും കൂടെ ആ പേരിനെയും കൂടെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. രണ്ട് പേരും റിലേറ്റ് ചെയ്ത് കർത്താവിനോട് പറയുകയാണ്. കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് ഇന്ന് അയക്കാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാനത് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ തടസ്സങ്ങൾ ഇന്ന് നീങ്ങട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഞാനൊരു 2019 ഒരു പഴയ കലണ്ടർ, 2019 പഴയ കലണ്ടർ ഇപ്പോഴും ആ ഒരു ഹോളിൽ തന്നെ കിടക്കുന്ന ഒരു വീടിനെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഇപ്പോഴും അത് ഹോളിൽ കിടക്കും, അത് മാറ്റിയിട്ടില്ല. 2019 കലണ്ടറാണ്. അതിൽ മോളിൽ ചിത്രമുള്ള താഴെ വശത്താണ് അതിൻ്റെ ഈ കലണ്ടറിൻ്റെ നമ്പറുകൾ എഴുതിയിട്ടുള്ളത്. മുകളിലൊരു ചിത്രവും താഴെ അതിന് നമ്പരും എഴുതിയിട്ടുള്ള ഒരു വീട് കർത്താവ് എന്നെ കാണിക്കും. ഇപ്പോഴും അത് ഹോളിൽ തന്നെ കിടക്കുവാണ്. ആ ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ജീവിതത്തിൻ്റെ അകത്ത് ഡിസോർഡറായി കിടക്കുന്ന ഒരു ഭവനമാണ്. എല്ലാം ചെതറിക്കിടക്കുവാണ്. ഓരോ വശത്തോട്ടും കുടുംബത്തിലെ പലരും ഇങ്ങനെ ചെതറിക്കിടക്കും. ഒന്നും തമ്മിൽ ചേരാത്ത ഒരവസ്ഥയാണ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ പറയാനുള്ളവരല്ലാതെ ആരും മൈക്ക് മ്യൂട്ട് മാറ്റേണ്ട, ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്ത് ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവിൻ്റെ നാമത്തിൽ എന്ന് കൽപ്പിക്കുന്നപ്പോൾ ആ ഭവനത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ അതോടൊപ്പം തന്നെ ഞാനൊരു വൃന്ദ എന്ന് പറയുന്ന ഒരു മോളെ കർത്താവ് തൊടുന്നതായിട്ട് പറയുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധയാത്മാവേ അങ്ങയുടെ വലിയ കൃപയ്ക്കായി ഇന്ന് സ്തുതിക്കുന്നപ്പോൾ വൻ കാര്യങ്ങളെ കർത്താവ് ഇന്ന് കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നല്ലോ. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അത് റിലീസ് ചെയ്യുന്നപ്പോൾ പരിശുദ്ധാത്മാവേ ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതോടൊപ്പം തന്നെ ഞാൻ ഈ നമ്മുടെ പോസ്റ്റ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് ഇന്ന് തൊടുക. പോസ്റ്റ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്നു. ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് അയക്കുന്നു. ഞാൻ കാണുന്നൊരു കാഴ്ച, നന്മ ഉണ്ടെങ്കിലും ആ നന്മ അനുഭവിക്കാൻ കഴിയാതെ പലപ്പോഴും എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ്. ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് അയക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മ സിസ്റ്ററുടെ മോളാണോ? കർത്താവ് മരിച്ചു, ഒരു മോനുണ്ട് എൻ്റെ കൂടെ ഇപ്പൊ നിൽക്കുന്നത്. എപ്പോഴും കരയുന്ന ഒരു വ്യക്തിയുടെ കാണിക്കുന്നതോടെ കർത്താവ് ഇന്ന് ആ കുടുംബത്തെ തൊടുക. സിസ്റ്റർ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ അങ്ങയുടെ വലിയ പ്രവൃത്തി ഇന്ന് അങ്ങ് ചെയ്യുന്നല്ലോ അപ്പം, വലിയ പ്രവൃത്തി അങ്ങ് ചെയ്യുന്നല്ലോ അപ്പം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പം കർത്താവ് ഇന്ന് തൊടുവാണല്ലോ അപ്പം. ദൈവമേ അങ്ങ് തൊടുന്നല്ലോ. അപ്പം ഞാൻ മറ്റൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കും. മുൻവശം ഈ നന്നായിട്ട് തേച്ച് വൃത്തിയാക്കിയിടുകയും സൈഡ് വശം ഒന്നും തേക്കാത്ത ഒരു വീട് കർത്താവിന് എന്നെ കാണിക്കണം. മുൻവശം തേച്ചിട്ടുണ്ട്, സൈഡ് വശം തേച്ചിട്ടില്ല. ഞാൻ ആ ഭവനത്തെ ഇങ്ങനെ കാണുന്ന സമയത്തൊക്കെയും ഈ ഒരു വീട് കാണുന്ന സമയത്തൊക്കെയും ഞാൻ കാണുന്നൊരു കാഴ്ച, ആ വീടിൻ്റെ അകത്ത് പലപ്പോഴും ഈ വീടിൻ്റെ പണി എപ്പോൾ നിങ്ങൾ തുടങ്ങാൻ എന്തെങ്കിലും മുന്നോട്ട് ചെയ്യാൻ നോക്കിയാലും വലിയ സാമ്പത്തികമായിട്ടുള്ള കുരുക്ക് ആ കുടുംബത്തിലോട്ട് കയറി വരും. ഞാൻ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്തെല്ലാം പരിശുദ്ധാത്മാവ് എന്നെ ഒരു വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്ത് ദൈവം എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ടും എൻ്റെ ദൈവാത്മാവ് ഒരു വാക്ക് പറയുന്നു, ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടൊരു വ്യക്തിയെ കർത്താവ് ഭവനത്തിലേക്ക് അയക്കാൻ വേണ്ടി പോകുന്നു. ബൈജു എന്ന് പറയുന്ന ഒരു പേര് കർത്താവ് എന്നെ വെളിപ്പെടുത്തുവാണ്. ഈ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ആ തടസ്സം, എല്ലാ കുരുക്കുകളും യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബം വിട്ട് അഴിയട്ടെ. എല്ലാ പ്രതിസന്ധികളും ഇന്ന് ആ കുടുംബം വിട്ട് അഴിയട്ടെ. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ വ്യക്തിയെ കർത്താവ് കുടുംബത്തിലോട്ട് അയക്കുന്ന ഒരു കാഴ്ച, ആ വ്യക്തി വന്ന് ആ കുടുംബത്തിൽ കയറുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഒരു അത്ഭുതമായി കുടുംബം തീരുന്നല്ലോ. യേശുവിൻ്റെ നാമത്തെ കർത്താവെ നന്മ നിറയട്ടെ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ, ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് അതോടൊപ്പം തന്നെ കർത്താവ് പറയാൻ വേണ്ടിയാണോ? അല്ലെങ്കിൽ സൈഡില് 2 പ്രാവശ്യം തേച്ചില്ല. പണി ചെയ്യാൻ പൈസ വന്നാലും അത് ചെതറി പോണ പോലെ പറ്റണില്ല ഒന്നും ചെയ്യാനായിട്ട്. ഞാൻ ഈ പറഞ്ഞ ഈ വ്യക്തിയുമായിട്ട് എന്താ ആ വ്യക്തിയുടെ പേര് എഴുതി വെച്ചോണം. അതൊരു അടയാളമായിട്ട് കർത്താവ് എന്നെ കാണിച്ചതാണ്.
ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് ഇന്നവിടെ ചെയ്യാൻ വേണ്ടി പോവാണ്. ആ വ്യക്തിയെ ദൈവം തൊടുവാണ്. ആ ബൈജു എന്ന് പറഞ്ഞ വ്യക്തിനെ ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവേ, ഈ സമയത്ത് രോഗികളായിട്ട് ഭാരപ്പെടുന്നവരും ഒക്കെ ഇന്ന് കൈയെടുത്ത രോഗമുള്ള ഭാഗത്തോട്ട് വെച്ചു. പറഞ്ഞു. ബ്രദറെ, ഞങ്ങളുടെ വീട് പണി മുഴുവൻ കഴിഞ്ഞിട്ടില്ല. 2 ദിവസം തേച്ചിട്ടുണ്ട്. സൈഡൊക്കെ അകത്തെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഈ പറഞ്ഞ വ്യക്തിയായിട്ട് ബൈജു എന്ന് പറഞ്ഞ ഇവരുടെ അനിയൻ, അതായത് സ്വന്തം കൊച്ചച്ഛന്റെ മോൻ. ആ വ്യക്തിയുമായിട്ട് വചനം കാണിക്കുന്ന കർത്താവ് ആ വ്യക്തി ആ ഭവനത്തിലേക്ക് അയക്കും. പക്ഷെ ഈ പണി ദൈവത്താൽ നടക്കപ്പെടാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങ് ഓരോ വ്യക്തികളെയും തൊടുന്നല്ലോ. ഈ സമയത്ത് രോഗത്താൽ ഭാരപ്പെടുന്നവർ ആ രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച്, എന്നിട്ട് ഇന്നലെ നമ്മൾ കേട്ട വലിയ വലിയ സാക്ഷ്യങ്ങൾ, ആ സഹോദരി പറഞ്ഞതുപോലെ ഓപ്പറേഷൻ വേണ്ട എന്ന് പറയുന്ന രീതിയിലേക്ക് കർത്താവ് ചെയ്ത പോലെ 2 അത്ഭുതം, നമ്മൾ 15 വർഷമായിട്ടായിരുന്ന ആ രോഗത്തെ കർത്താവ് സൗഖ്യമാക്കിയതുപോലെ നിങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ രോഗത്തോട് പറയണം, ഞാൻ ഇന്ന് കർത്താവിൽ നിന്ന് കേട്ടു, രോഗത്തിന് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം വന്നിരിക്കുന്നു. എല്ലാ ദിവസവും ഇന്ന് നിങ്ങൾ കേൾക്കുന്ന വചനമാണ്, കർത്താവിൻ്റെ മുറിവ് എൻ്റെ ആരോഗ്യമാണ്, എൻ്റെ അത്ഭുതമാണ്. ഈ രോഗം യേശുവിൻ്റെ തിരുമുറിവിനാൽ അത്ഭുത സാക്ഷ്യമായിട്ട് മാറും. ഈ വേദനകൾ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത സാക്ഷ്യമായിട്ട് മാറും. കാര്യം കർത്താവിന് വചനം പിൻവലിക്കാൻ പറ്റാത്തിടത്തോളം കാലം അവിടെ അത്ഭുതം നടക്കുക തന്നെ ചെയ്യും. ദൈവം ആ വചനത്തെ നീക്കാത്തിടത്തോളം കാലം ആകാശം മാറിയാലും ഭൂമി മാറിയാലും എൻ്റെ വചനത്തിന് മാറ്റം വരത്തില്ല എന്ന് പറയുന്നിടത്തോളം കാലം നിങ്ങളുടെ മുമ്പിൽ വഴി തുറക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി ഉണ്ടാകുക തന്നെ ചെയ്യും. നന്ദി കർത്താവേ, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നല്ലോ അപ്പ, വൻ കാര്യങ്ങൾ ഇന്ന് കർത്താവ് ചെയ്യുന്നല്ലോ യേശുവിൻ്റെ നാമത്തിൽ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു സിസിലിയുടെ ഭവനത്തെ കർത്താവ് തൊടുന്നാട്ട് പറയുക. സിസിലി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ ഞാൻ കാണുന്ന മൂത്തതൊരു ആൺകൊച്ചാണ് സിസിലിക്കുള്ളത്. ആ വ്യക്തിയെ കർത്താവിന് തൊടുവാണ്. ഇപ്പോൾ ആ തലമുറയെ ദൈവം തൊടും, ആ കുടുംബത്തെ ദൈവം തൊടും. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആ മൂത്ത മകനെയും കർത്താവ് സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. ഇന്ന് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ ആലോചന ഏറ്റെടുത്താട്ടെ. ദൈവത്തിൻ്റെ വലിയ മഹത്വം ഇന്നവിടെ വെളിപ്പെടുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞങ്ങളിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ, അങ്ങ് തൊട്ട് സാക്ഷ്യമാക്കുന്നതിന് നന്ദി പറയുന്നപ്പ, അത്ഭുതത്തെ ചെയ്യുന്നതിന് നന്ദി പറയുന്നപ്പ. കർത്താവ്, ഞങ്ങൾ ഇപ്പോൾ തന്നെ ഇത് റിലീസ് ചെയ്യുന്നപ്പ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തിയെ കുടുംബത്തിൻ്റെ മേൽ സംഭവിക്കുന്നല്ലോ യേശുവിൻ്റെ നാമത്തിൽ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നൊരു ബിന്ദുജ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുന്നതായിട്ട് പറയുന്നു. ഞാൻ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വേഗത്തിൽ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു നിർബന്ധം എൻ്റെ ഉള്ളിൽ വരികയാണ്. ഞാൻ ആ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിരാശകളും വിട്ടുമാറട്ടെ, എല്ലാ നിന്ദകളും വിട്ടുമാറട്ടെ. ദൈവത്താൽ ഒരു അത്ഭുതം ഇന്ന് കുടുംബത്തിൻ്റെ മേൽ സംഭവിക്കട്ടെ. ഞങ്ങൾ ഓരോ വ്യക്തികളെയും ഇന്ന് അനുഗ്രഹിച്ച് ഇന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരം ഈ സമയത്ത് ഞാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാണ്. ഏതെങ്കിലുമൊക്കെ പ്രാർത്ഥനാ വിഷയത്തിൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇതിന് ശേഷം നിങ്ങൾ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയരുത്. ഇപ്പോൾ നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. അപ്പോൾ ഈ ദിവസങ്ങളിൽ പരീക്ഷ ആയിക്കോട്ടെ, തകർച്ചയിലൂടെ കടന്നു പോകുന്നവരായിക്കോട്ടെ, ഏത് പ്രശ്നമായിക്കോട്ടെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിക്കുള്ള സമയമാണ്. ഇപ്പോൾ ഞങ്ങളിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ ദൈവത്തിൻ്റെ സാക്ഷ്യമായിട്ട് ആ കുടുംബം തീരട്ടെ. ദൈവത്തിൻ്റെ അത്ഭുത സാക്ഷ്യമായിട്ട് ആ കുടുംബം നീങ്ങട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവെ, അങ്ങ് പ്രവർത്തിച്ച് കഴിഞ്ഞതിന് നന്ദി പറയുന്നപ്പോൾ ഈ ദിവസങ്ങളിൽ എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവെ അങ്ങ് ഇറങ്ങി വന്ന് അങ്ങയുടെ വീര്യപ്രവർത്തിക്ക് നന്ദി പറയുന്നപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നതിന് നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ചെന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ സമയത്ത് ആർക്കെങ്കിലും ഒരു സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ, ദൈവിക ആലോചന ഇടപെട്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള സമയമാണ്. ഇന്ന് ഈ സമയത്ത് പ്രാർത്ഥന റിക്വസ്റ്റ് പറയല് ആരെങ്കിലും ഉള്ളവരുണ്ടെങ്കിൽ ഈ സമയം പറയാനുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. പറഞ്ഞു സിസ്റ്ററെ. ഇപ്പൊ പാസ്റ്റർ പറഞ്ഞില്ലേ സിസിലിയുടെ മോന് വേണ്ടി, ഇപ്പൊ പറഞ്ഞായിരുന്നു സിസിലിയുടെ മോന്റെ കാര്യം. പുള്ളി ആ മോന് ഇപ്പൊ കിഡ്നിയുടെ അസുഖം ഇല്ലാതിരിക്കുകയാണ്.
ഇന്ന് ഈ പറഞ്ഞ സിസിലിയുടെ മോനല്ലേ? ഹലോ, ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇടയ്ക്ക് കട്ടായിപ്പോയി. ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി ഏറ്റെടുത്തോണം, അവരെ വിളിച്ച് പറയണം, ഈ വചനം അവർക്ക് ഷെയർ ചെയ്യണം. കർത്താവ് ദൈവം വെളിപ്പെടുത്തിയതാണ്, ആ മകൻ അത്ഭുതം ചെയ്യുവാൻ യേശു കർത്താവിന് കഴിയുമെന്ന് പറയണം. ഈ ആലോചനയാൽ കർത്താവ് ഉറപ്പിക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദറെ പറഞ്ഞു. ജീവ എന്ന് പറഞ്ഞത് ഹലോ ബ്രദറെ, പറഞ്ഞു. ബ്രദർ ജീവ എന്ന് പറഞ്ഞത് എന്റെ ചേട്ടന്റെ പേരക്കിടാവാണ്. ഇന്ന് ആ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചോട്ടെ. കർത്താവ് ഇന്ന് വലിയ സ്പർശനം ആ കുടുംബത്തെയും ദൈവം തൊടാൻ വേണ്ടി പോവാണ്. പ്രാർത്ഥിച്ചോണം കേട്ടോ, ദൈവം അത് സഹായിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദർ ഇന്നലെ ഒരു ദൈവാലോചന പറഞ്ഞില്ലേ ബ്രദർ? ആ ബ്രദർ, പിന്നെ 8 വർഷമായി ഒരുപാട് കുരുക്കുകളിലോട്ട് സാമ്പത്തികമായിട്ടും സ്വർണം ഒക്കെ വച്ച് ഒരുപാട് പ്രശ്നങ്ങളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു മേൽഗതി വരാതെ ഇങ്ങനെ തടസ്സമായി നിൽക്കുന്നു എന്ന് പറഞ്ഞ് പിന്നെ അതുപോലെ പിന്നെ ബ്രദർ പറഞ്ഞായിരുന്നു പിന്നെ നോട്ടീസിന്റെ കാര്യം. ഞാൻ ഇന്നലെ ഞാൻ സ്വർണം ഇന്നലെ കൊണ്ട് പണയം വെച്ച് ബാങ്കിൽ അടച്ചിട്ട് ഹലോ ബ്രദർ ബാങ്കിൽ അടച്ചിട്ട് ഞാൻ ഭയങ്കര വിഷമത്തോടെ പോയെന്ന് പറഞ്ഞാൽ ഈ സ്വർണം ഇപ്പൊ എടുക്കാൻ പെട്ടത് വളരെ ബുദ്ധിമുട്ടി, വളരെ പ്രയാസപ്പെട്ടാണ് എടുത്തത്. അത് വീണ്ടും അത് കൊണ്ട് ഞാൻ ബാങ്കിൽ പോണല്ലോ അപ്പാന്നിങ്ങനെ വിഷമിച്ച്, എന്നാലും എനിക്ക് അത് കൊണ്ടുപോയി വയ്ക്കാതെ ഇരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ കൊണ്ടുപോയി വച്ച് ക്യാഷും അടച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഒരു നോട്ടീസ് എടുത്തോണ്ട് വന്നായിരുന്നു. ആ നോട്ടീസ് എടുത്തോണ്ട് വന്ന് അത് ഞാൻ ഹാളിൽ ഇട്ടിരിക്കുകയായിരുന്നു. പിന്നെ ബ്രദർ പറഞ്ഞത് എല്ലാം വള്ളി പൊള്ളി തെറ്റാതെ എല്ലാം കറക്റ്റ് കാര്യങ്ങളായി പറഞ്ഞത്. ഞാൻ അത് ഏറ്റെടുക്കുന്നു ബ്രദർ. തീർച്ചയായിട്ടും ഏറ്റെടുത്തോണം. കർത്താവ് ആലോചനയിൽ വിശ്വസ്തനാണ്. നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിപ്പാൻ കർത്താവ് ശക്തനാണ്. കർത്താവ് അങ്ങനെ തന്നെ ചെയ്യും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഹലോ, പറഞ്ഞു സിസ്റ്ററെ. ഹലോ ബ്രദർ, ഇന്നൊരു സംഭവം ഉണ്ടായ ബ്രദർ. ഇന്ന് ബ്രദർ ഹലോ പറഞ്ഞു. ഞാൻ പിന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഞങ്ങളുടെ പ്രമാണത്തിൽ വെച്ച് ഒരുപാട് കടങ്ങൾ ഇങ്ങനെ കിടക്കുന്നത് കാരണം ഒന്നും പിന്നെ ബാങ്കിൽ നിന്ന് ഒന്നും വാല്യൂഷനോ ഒന്നും ഇടത്തില്ല. അപ്പൊ ഇന്ന് ഞാൻ ബാങ്കിൽ പോയി ദൈവത്തിന്റെ വചനം ഉരുവിട്ട് ബ്രദർ ഇന്നലെ പറഞ്ഞ നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാതെ ദൈവത്തിന്റെ വചനം വിളിച്ചു പറഞ്ഞ് ഉരുവിട്ട് പറയണം. അതും എനിക്ക് ആ അത് മനസ്സിലായി ബ്രദർ. മനസ്സിലായപ്പോ ഞാൻ ഇപ്പൊ ആ വചനം തന്നെ ദൈവത്തെടുത്ത് ഉരുവിട്ട് പറഞ്ഞ് പിന്നെ എനിക്ക് മുന്നമേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ ആ വചനം ഞാൻ ഉരുവിട്ട് പറഞ്ഞ് പിന്നെ വേറെ ഇന്ന് രാവിലെ ഒരു വചനം രാവിലെ കിട്ടിയായിരുന്നു. ആ വചനം ഉരുവിട്ട് ശക്തമായിട്ട് പോയി അധികാരികൾക്ക് മനസ്സലിവ് കൊടുത്ത് കർത്താവ് എന്റെ വസ്തുവിനെ വാല്യുവേഷൻ ഇടുന്നതിലേക്ക് വേണ്ടി അവർക്ക് അവരുടെ അധികാരികൾക്ക് മനസ്സ് കൊടുക്കണം അപ്പാന്ന് പറഞ്ഞ് ഞാൻ പോയി. ഇന്നൊക്കെ അവര് വാല്യുവേറെ കൊണ്ടുവന്ന് വാല്യുവേഷൻ ഇട്ട് തന്നു ബ്രദർ. ആമേൻ. തീർച്ചയായിട്ടും പ്രജസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്നലെ വരെ ആ വിഷയം പറഞ്ഞുകൊണ്ടിരുന്നത്, പക്ഷെ പകരം തടസ്സമായി നിന്ന ആ സ്ഥലത്തിൻ്റെ വിഷയത്തിന് മേൽ വചനം പറയാൻ തുടങ്ങിയപ്പോൾ കർത്താവ് അവിടെ ഇടപെട്ടു. ദൈവം അവിടെ സാക്ഷ്യമാക്കി മാറ്റി കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പറഞ്ഞു. നമ്മള് ഞാൻ പ്രാർത്ഥന വിഷയം ക്യാൻസർ ആയിട്ടില്ല ഒരു അമ്മയുടെ പറഞ്ഞല്ലോ, അത് സുഖമായിട്ട് ഓപ്പറേറ്റ് ഒക്കെ ചെയ്തു വാർഡിലെത്തിട്ടോ, ഒരു കുഴപ്പമില്ലായിരുന്നു. തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരു പ്രയർ റിക്വസ്റ്റ് അയച്ചായിരുന്നു, പ്രാർത്ഥിക്കുവാൻ കർത്താവ് കൃപ തന്നു. ദൈവം ഇന്ന് കേട്ടല്ലോ, ആശ്വാസം കൊടുത്ത ജീവൻ തിരികെ വന്നതിന് നന്ദി. കർത്താവ് ഇന്ന് കർത്താവ് അനർത്ഥം കൂടാതെ ദൈവം വിടിവിച്ചതിന് നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ ബ്രദർ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പറയട്ടെ. പറഞ്ഞു.
ബ്രദറെ ഒരു സനൂപിന്റെ കാര്യം പറഞ്ഞില്ലേ, ഉം. അത് ആലോചന. ഇത് ആ എന്റെ പറ അമ്മായിമ്മയുടെ അനിയത്തിയുടെ അമ്മായിമ്മ 2 ദിവസം മുന്നേ മരിച്ചു പോയത്. അപ്പം മരണം നടന്നു പറഞ്ഞില്ലേ. ഈ അപ്പം വീട്ടിലാണോ വളരെ മരണം നടന്നത്? കഷ്ടതയോട്, അതെ അതെ, ആ വീടല്ല, എന്റെ കെട്ടിച്ച വീടാ. ഉം. അമ്മായിമ്മയുടെ അനിയത്തിയുടെ മോനാ ഈ സനൂപ്. അപ്പം ഞങ്ങള് ഏറ്റെടുക്കാവോ എനിക്ക്? തീർച്ചയായിട്ടും കർത്താവ് ഇന്ന് ആ ദൈവ ആലോചന ഇടപെട്ടപോലെ തന്നെ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ദിവസങ്ങളിൽ ഒരു മരണവാർത്ത കൂടെ കേട്ടത് കുടുംബമാണ്. അപ്പോൾ അത് ഏറ്റെടുത്തോണം. കർത്താവ് ആലോചനയിൽ വിശ്വസനാണ്. പ്രത്യേകിച്ച് ആ വ്യക്തിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചോണം. സനൂപിന് വേണ്ടി ദൈവ അനർത്ഥത്തെ അവിടുന്ന് ഒഴിവാക്കുകയാണ്. വലിയൊരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി ഇവനോട് പറയണം. ഈ ദിവസങ്ങളിൽ കർത്താവ് ഇടപെട്ടതാണ്. എന്നോട് ഈ മരണവിവരമോ മരണം കേട്ടോ നിങ്ങൾ അറിഞ്ഞിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. കർത്താവ് അത് ഇടപെട്ടതാണ്. കേട്ടയാൾ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണം. ഇനിയൊരു അനർത്ഥം കയറാതെ വണ്ണം ദൈവം സൂക്ഷിക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹലോ ബ്രദറെ, പറഞ്ഞോ. ഹലോ ബ്രദറെ, ഞാൻ പറയാൻ പോകുന്നത് വലിയ സാക്ഷിയാണോന്ന് എനിക്ക് അറിഞ്ഞൂടെങ്കിലും എനിക്ക് ഇന്നലെ ഉണ്ടായ സംഭവമാണ്. എന്റെ ആഫ്റ്റർ ഡെലിവറി എനിക്ക് ഭയങ്കരമായിട്ടും എന്റെ ശരീരം മെല്ലിക്കുന്നുണ്ടായിരുന്നു. അപ്പം എന്റെ കയ്യില് നേരത്തെ തൊട്ടേ മോതിരം ഉണ്ടായിരുന്നു. അപ്പം ഈ മോതിരങ്ങളൊക്കെ ഇങ്ങനെ അഴിഞ്ഞു പോകാനായിട്ട് തുടങ്ങിയായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു ഇത് എടുത്ത് വെക്കണമെന്ന് വിചാരിച്ചു. പക്ഷെങ്കിൽ എനിക്ക് അതിനുള്ള പിന്നെ ഞാൻ അതിനെപ്പറ്റി മറന്നുപോയി. പക്ഷെ ഇന്നലെ എപ്പോഴാന്ന് പോലും എനിക്ക് അറിയില്ല, എപ്പോഴോ എന്റെ കയ്യിൽ നിന്ന് എന്റെ മോതിരം തെറിച്ചുപോയി. സ്വർണ്ണ മോതിരമായിരുന്നു, തെറിച്ചുപോയി. പക്ഷെ ഞാനിതൊന്നും അറിഞ്ഞതേ ഇല്ല. രാത്രി ഒരുപാട് രാത്രി ഒരു 11:45 കുഞ്ഞുണ്ട്. അപ്പൊ കുഞ്ഞ് എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കുഞ്ഞിനെ പിന്നീട് ഉറക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രദ്ധിച്ചപ്പോഴാണ് എന്റെ കയ്യിൽ ഇല്ലാന്ന് പറഞ്ഞത്. ഞാൻ അപ്പൊ തന്നെ ലൈറ്റ് ഒക്കെ ഇട്ട് എന്റെ മുറി ഫുൾ നോക്കി, പക്ഷെ ഒന്നും കണ്ടില്ല. രാവിലെ എണീറ്റപ്പോഴും അപ്പൊ ഞാൻ ഇങ്ങനെ അപ്പത്തോട്ട് പ്രാർത്ഥിച്ചു, ദൈവമേ നാളെ എനിക്ക് കാണിച്ചു തരണേ എന്ന് പറഞ്ഞിട്ട് പാമ്പിനെ തേളിനെ ആ വേഴ്സും ഞാൻ ഇങ്ങനെ ഉരുവിട്ടോണ്ടിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ദൈവമേ രാവിലെ എനിക്കൊരു അത്ഭുതം കാണിച്ചു തന്നെ. അപ്പൊ രാവിലെ അപ്പൊ തന്നെ ഞാൻ റൂമൊക്കെ നോക്കിയപ്പോ കണ്ടില്ല. പക്ഷെ പിറ്റേ ദിവസം രാവിലെ ഞാൻ പിന്നെ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ദൈവമേ എനിക്കത് കാണിക്കണേന്ന് പറഞ്ഞ് ഞാൻ വെറുതെ ഡോറ് തുറന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും മിറ്റത്തോട്ട് നോക്കുന്നത് കറക്റ്റ് മോതിരത്തിലോട്ടായിരുന്നു. അപ്പൊ മിറ്റത്താണ് പോയതെന്നോ അത് കിട്ടൂന്നോ അങ്ങനെ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ എനിക്കിത് വലിയൊരു ഒരു അത്ഭുതമായിട്ട് തോന്നി. എവിടെ തീർച്ചയായിട്ടും സിസ്റ്ററെ, തപ്പണം അത് എന്നറിയില്ല. തീർച്ചയായിട്ടും പ്രേസിസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നന്മ, നിൻ്റെ അധ്വാനം നീ തന്നെ ഭക്ഷിക്കും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരുമെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ അധ്വാനത്താൽ നമ്മൾ ലഭിച്ച നന്മ നഷ്ടപ്പെട്ടു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ എവിടെ പോയെന്ന് അറിയത്തില്ല, പക്ഷെ അത് കറക്റ്റ് സ്ഥലത്ത് കർത്താവ് തന്നെ നിയന്ത്രിച്ചു. അത് കണ്ടുപിടിക്കുവാൻ വേണമെങ്കിൽ പിറ്റത്തും തൂത്തുവാരി കളയാം, അത് നഷ്ടപ്പെട്ടു പോകാം. പക്ഷേ ദൈവത്തെ വിളിക്കുന്നവൻ്റെ നന്മ നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം സമ്മതിക്കാത്തിടത്തോളം കാലം നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയൊരു സാക്ഷ്യം തന്നെയാണ്, ചെറുതല്ല. നമ്മുടെ നന്മ ദൈവം നഷ്ടപ്പെടുത്തുവാൻ സമ്മതിക്കത്തില്ല. നിങ്ങളുടെ അധ്വാനം നിങ്ങൾ തന്നെ ഭക്ഷിക്കും. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? സാക്ഷിയുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ബ്രദറെ, പറഞ്ഞു സിസ്റ്ററെ. ഹലോ ബ്രദറെ, ഒരു 1.5 മാസത്തിന് മുന്നേ ഒരു ആലോചന പറഞ്ഞായിരുന്നു. പേര് വെളിപ്പെടുത്തി ജോസ് എന്നും പറഞ്ഞുകൊണ്ട്. അപ്പം പുള്ളിക്കാരനാണെങ്കിൽ ഒരു 5 വർഷമായിട്ട് ജോലിയില്ലാതെ നാട്ടിൽ നിൽക്കുകയായിരുന്നു. അപ്പൊ അവരുടെ കമ്പനിയിൽ നിന്ന് ആ ആഴ്ചയിൽ തന്നെ വിളിച്ചിട്ട് തിരിച്ചു പോകാനായിട്ട് എല്ലാം റെഡിയായി. കഴിഞ്ഞ ആഴ്ച ഇവിടുന്ന് തിരിച്ച് സൗദിക്ക് പോയി. ജോലിക്ക് പോയതാണോ? നാട്ടിൽ നിന്ന് ജോലിക്ക് ചെന്നതാണോ? ഇവിടെ നാട്ടിൽ ഒരു 5 വർഷമായിട്ട് നിൽക്കുമായിരുന്നു, ജോലിയില്ലാതെ. അപ്പം ജോലിയില്ലാതെ. ആ സമയത്താണ് പ്രാർത്ഥനയിൽ പേര് വെളിപ്പെട്ടത്. അതിനുശേഷം ആ കമ്പനിയിൽ അവർ തിരിച്ചു വിളിച്ചല്ലേ? തിരിച്ചു വിളിച്ചു. ആമേൻ. ഇത് ദൈവത്തിന്റെ 1-2 ആഴ്ച കൊണ്ട് എല്ലാ പേപ്പർ വർക്കുകളും ശരിയായി കയറി പോകാനിടയായി. തീർച്ചയായിട്ടും ഞാൻ ഈ ഇപ്പം സിസ്റ്റർ പറഞ്ഞ ഈ സാക്ഷ്യം കേട്ടോടെ ഞാൻ പറയുന്നത് ഇതാണ്. ഞാൻ പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞു, ഒരൊറ്റ ആലോചന നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമ്മുടെ ജീവിതത്തെ പോലും മാറ്റിമറിക്കാൻ കഴിയുമെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതാണ്. ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ 5 വർഷമായിട്ട് ജോസ് എന്ന് പറയുന്ന ഹസ്ബൻഡ് ജോലി ഇല്ലാതിരിക്കുമായിരുന്നു. ആ സമയത്താണ് പ്രാർത്ഥനയിൽ ജോസിനെ കർത്താവ് തൊടുന്നു. കാരണം അത് തന്നെ സിസ്റ്റർ പറഞ്ഞത്,
അതിനുശേഷം പിറ്റേ ആഴ്ച തന്നെ 5 വർഷമായിട്ട് നടക്കാത്ത കാര്യം അവർ കോണ്ടാക്ട് ചെയ്തു. വേഗത്തിൽ തന്നെ പേപ്പറുകളൊക്കെ ശരിയായി അങ്ങോട്ട് ജോലിക്ക് പോയി. എന്നാലോചിച്ച് നോക്കി. അപ്പോൾ അത് 5 വർഷമായി അടഞ്ഞു കിടന്നൊരു തടസ്സത്തെ കർത്താവ് തൻ്റെ ആലോചനയിലൂടെ തുറന്നു കൊടുത്തു. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ കൂട്ടായ്മ നിങ്ങൾക്ക് പങ്കെടുക്കാൻ നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ ഇത് പിശാചിൻ്റെ തന്ത്രമാണ്. സഹോദരി എന്ന് വേണേൽ ചിന്തിക്കാമല്ലോ, 5 വർഷമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു, ഒരത്ഭുതം നടക്കുന്നില്ല, എന്നാൽ പിന്നെ ഞാൻ എന്തിനാ ഇനി പ്രാർത്ഥിക്കും? അതുകൊണ്ട് അവർ പ്രാർത്ഥനയിൽ വന്നുകൊണ്ട് ദൈവം ആലോചന കൊടുത്തു. ആലോചന ഘട്ടത്തിൻ്റെ പിറ്റേ ആഴ്ച തന്നെ വഴി തുറന്നു. അതാണ് സിസ്റ്റർ പറഞ്ഞ കാര്യം, ഞാൻ ഒന്നുകൂടെ എടുത്ത് പറഞ്ഞതാണ്. ഇതാണ് നിങ്ങൾ ഞാൻ പറയുന്നത്, കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചോണം. എപ്പോഴും പ്രതീക്ഷയോടിരുന്നോണം. നിങ്ങൾ ഇരിക്കുന്നത് നിങ്ങളുടെ വീടിൻ്റെ അകത്തായിരിക്കാം, ഏതെങ്കിലും സ്ഥലത്തായിരിക്കാം, പക്ഷേ നിങ്ങളുടെ മനസ്സും ചിന്തയും ഞാൻ ഇരിക്കുന്നത് കർത്താവിൻ്റെ സന്നിധിയിലാണെന്നുള്ളത് ബോധത്തിലാണെങ്കിൽ നിങ്ങളോട് കർത്താവ് ഇടപെടുക തന്നെ ചെയ്യും. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞോ സിസ്റ്ററെ. അതെ, ഒരാഴ്ച എൻ്റെ അടുത്ത കാലിന്റെ മോളില് പാദത്തില് ഇങ്ങനെ കുറച്ച് പുല്ല് ചെത്തിയിരുന്നു. അപ്പൊ കൈക്കോട്ടിന്റെ കട കൊണ്ടതാണോന്ന് എനിക്ക് അറിയില്ല, ഓർമ്മയില്ല. പക്ഷെ അത് വളരെ വേദനയായി, നീരായി. ഒരാഴ്ചയോളം ഞാൻ കൈവച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നിരുന്നു, പക്ഷെ കുറയുന്നുണ്ടായില്ല. ഇന്നലെ ഒരുമിച്ച് പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചു. അത് മാത്രല്ല, എനിക്ക് ഇത് മാറോ എന്ന് ഭയങ്കര പേടിയുണ്ടായിരുന്നു. പേടി മാറുകയും ചെയ്തു, വിശ്വാസം വർദ്ധിക്കുകയും ചെയ്തു, പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു. ആമേൻ. നന്ദി കർത്താവ്. ഇത് വലിയ 2 സാക്ഷ്യമാണ് സിസ്റ്റർ പറഞ്ഞു. ഒന്ന്, ആ രോഗം വേദന വന്നപ്പോൾ തന്നെ മനസ്സിൻ്റെ അകത്തൊരു ചിന്ത വന്നു, ഭയം വന്നു, ഇത് മാറുമോ എന്നൊരു ഭയം വന്നു. എന്നാൽ ഇന്നലത്തെ പ്രാർത്ഥനയിൽ രോഗവും മാറി, അതിലൂടെ കയറിക്കൂടിയ ഭയവും ശരീരത്തിൽ നിന്ന് വിട്ടുമാറി. പിശാചിൻ്റെ തന്ത്രം അവിടെ തകർന്നു, ദൈവത്തിൻ്റെ പദ്ധതി അവിടെ നടന്നു. കൊടുത്ത സൗഖ്യത്തിനും വിട്ടുമാറിയ ആത്മീയമായിട്ടുള്ള അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ആ സമാധാനത്തിൽ നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദറെ പറഞ്ഞു സിസ്റ്ററെ. പറഞ്ഞോട്ടാ ബ്രദറെ. പറഞ്ഞു. ഇന്നലെ പറയാൻ പറ്റിയില്ല ബ്രദറെ. മെനഞ്ഞാന്ന് എന്റെ മോന് നല്ല പനിയും ടോയ്ലറ്റിൽ പൊയ്ക്കൊണ്ടിരുന്നു ബ്രദറെ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊയ്ക്കൊണ്ടിരുന്നു, ഭയങ്കര ക്ഷീണമൊക്കെ വന്ന് മോന് ജോലിക്ക് മെനഞ്ഞാന്ന് പോവാൻ പറ്റിയില്ല. മെനഞ്ഞാന്ന് രാത്രി ഞാൻ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. ബ്രദർ പറഞ്ഞ സമയത്ത് എൻ്റെ മോന്റെ ശരീരത്ത് കൈവച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ മോന് നാളെ ജോലിക്ക് പോവാൻ പറ്റണേ അപ്പാ, അപ്പനിരുത്തിയ ജോലിയിൽ ഒരു മുടക്കം വരാതെ എൻ്റെ മോന് പോവാൻ പറ്റണേ അപ്പാ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു ബ്രദറെ. ഇന്നലെ രാവിലെ മോനെ എഴിച്ച്, അമ്മ ഞാൻ ജോലിക്ക് പോവാൻ കുഴപ്പമില്ല അമ്മ, ക്ഷീണം മാറിയെന്ന് പറഞ്ഞ് ജോലിക്ക് പോയി ബ്രദറെ. കർത്താവ് പ്രവർത്തിച്ചതിനായിട്ട് നന്ദി. നന്ദി കർത്താവ്. എന്ന് പ്രിയ സിസ്റ്റർ പറഞ്ഞ തന്നെ മകന് വേണ്ടി പ്രാർത്ഥിച്ചു, വചനം പറഞ്ഞു. നമ്മൾ എന്താണോ ഇന്ന് കേട്ടത്, നമ്മൾ കേട്ട വചനം വിശ്വസിച്ച് പറഞ്ഞു, അതേപോലെ തന്നെ പിറ്റേ ദിവസം തന്നെ ആ ഒരു സാക്ഷ്യം കാണാൻ ഇടയാ തീർന്നു. കൊടുത്ത സൗഖ്യത്തിന് നന്ദി. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞോ ബ്രദറെ. അതെ, നേരത്തെ ബ്രദർ പറഞ്ഞില്ലേ ഒരു ജീവൻ എന്ന് പറഞ്ഞത്, അത് എന്റെ സഹോദരനാണ്. ഞാനൊരു മകനെ പറ്റിയ സിസ്റ്റർ ഇടപെട്ടത് കേട്ടോ. മകനാണ്, മോനെന്ന് ഉദ്ദേശം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദർ, ഒരു സിസിലി എന്ന് പറഞ്ഞ ഒരു ആന്റിയാണ്. ഒരാള്. ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. നിങ്ങൾ ഒരേപോലെ പറയാതെ ഓരോരുത്തർ പറഞ്ഞേ. സിസിലി എന്ന് പറഞ്ഞ ബ്രദർ ഇപ്പൊ പറഞ്ഞ സിസിലി ഒരു പ്രായമുള്ള മോനാണ്. സുഖമില്ലാത്തൊരു മകനാ, കുറെ വർഷമായി, 50 വയസ്സാണ്. കണ്ണും കാണത്തില്ല, ആകെപ്പാട് ഒരു വഷളായിട്ട് ഇരിക്കുന്നത്. ബാക്കി എല്ലാവരും രക്ഷിക്കപ്പെട്ട പിള്ളേരാണ്. ഞാൻ പറഞ്ഞില്ല സിസ്റ്റർ, ഈ ആലോചന ഒരേപോലെ ഇടപെടുമ്പോൾ ആ മൂത്ത മോനെന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവൻ്റെ സാഹചര്യം നോക്കണ്ട, മകൻ്റെ അവസ്ഥ നോക്കണ്ട, യേശുവിൻ്റെ നാമത്തിൽ ആലോചന ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. സിസ്റ്റർ അവരെ വിളിച്ച് ബലപ്പെടുത്തിക്കോണം. കർത്താവ് ഇടപെട്ടതുകൊണ്ട് അവൻ സൗഖ്യമാകും. നമുക്കറിയാം, വർഷങ്ങളായിട്ടിരിക്കുന്നതാണ്. അതാ പറഞ്ഞത്, പിശാച് ഇടപെടുന്നതാണ്, ഒരിക്കലും നേരെയാകത്തില്ല. പക്ഷേ ഞാനൊരു കാര്യം പറയാം, അവരെ ബലപ്പെടുത്തണം. യേശു അത്ഭുതം ചെയ്യും. ഇനിയും സമയം വൈകിട്ടില്ല. കർത്താവിന് കഴിയുമെന്ന് പറയണം. ആ ആലോചനയിൽ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, വിശ്വസിച്ച് അവരോട് കൽപ്പിക്കുക. കർത്താവ് അത് ചെയ്യും കേട്ടോ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.
മറ്റാരെങ്കിലും ഉണ്ടോ? പാസ്റ്ററെ, പറഞ്ഞു. സ്തോത്രം. ഉം. ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് കാലിന് വേദന കുറച്ച് വരും. ഞാൻ വയനാട്ടിൽ വന്നതാണ്. അപ്പം ഞാൻ കാപ്പിക്കുരു പറിക്കാൻ വേണ്ടി സ്റ്റൂളിൻ്റെ മുകളിൽ കയറിയിട്ട് ഇറങ്ങിയപ്പോൾ എന്തോ കാലിടറി പോയതാണ്. അപ്പോൾ 2-3 ദിവസമായിട്ട് ഭയങ്കര വേദന, എനിക്ക് നടക്കാനൊന്നും കഴിയില്ലായിരുന്നു. അപ്പം ഞാനിവിടെ വന്ന് കുറച്ച് ട്രാക്ട് അടിച്ചത് കൊണ്ട് കൊടുക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് കാല് വേദനയായിട്ട് നടക്കാൻ പറ്റില്ല. ഇന്ന് ഞാൻ ആ കാല് വേദനയാണെങ്കിലും വീട്ടിൽ ഞാൻ പോകുമെന്ന് പറഞ്ഞ് ഞാൻ പോയി. ഞാൻ പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോയി. ഞാൻ പറഞ്ഞു, മാൻപേട കാലുകൾക്ക് തുല്യമായി എൻ്റെ ഗിരികളിൽ ഓടിക്കാൻ തക്കവൻ എന്നെ ദൈവം ഓടിക്കും, അങ്ങനെ നടക്കാൻ എൻ്റെ കാലിന് ബലം തരും എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയി തിരിച്ചു വന്ന് ഞാൻ ഇപ്പോൾ കുറച്ച് മുമ്പേ അങ്ങനെ ശ്രദ്ധിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞ് പിന്നെ എനിക്ക് ആ വേദന മറന്നുപോയി. ഞാൻ പോകുന്ന വഴിയൊക്കെ ഈ വചനം പറഞ്ഞുകൊണ്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ കർത്താവ് എൻ്റെ കൂടെ വരുന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയി. അപ്പോൾ ഇപ്പം നോക്കുമ്പോൾ വേദന ഇല്ല പാസ്റ്ററെ, വേദന പോയി എൻ്റെ കാലിൻ്റെ. ആമേൻ. കർത്താവ് അത് അത്ഭുതം ചെയ്യണം. നന്ദി പ്രിയ സിസ്റ്റർ. പറഞ്ഞപോലെ തന്നെ വചനം പറഞ്ഞുകൊണ്ട് പോയി, വേദനയാന്നല്ല പറഞ്ഞത്, വചനം പറഞ്ഞുകൊണ്ട് പോയി. അവിടെ എന്ത് സംഭവിച്ചു? കേട്ട വചനം പ്രയോജനമായി തീർന്നു. അതാണ് നമ്മൾ കേട്ട വചനം. ആ കേട്ട വചനം സൗഖ്യമായി, പ്രയോജനമായി പ്രിയ സഹോദരൻ മേൽ തീർന്നു. കർത്താവ് ആ വേദന സൗഖ്യമാക്കിയത് നന്ദി, പൂർണ്ണ സൗഖ്യത്തിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ബ്രദറെ, പറഞ്ഞു സിസ്റ്ററെ. കേൾക്കുന്നുണ്ടോ? പറഞ്ഞു. എനിക്ക് നടുവേദന തുടങ്ങിയിട്ട് 2 കൊല്ലത്തോളായിരുന്നു. പിന്നെ ഒരു 5 മാസമായപ്പോ പിന്നെ നല്ലപോലെ ഒരു സാധനം എടുക്കാൻ പറ്റാത്ത പോലെ, ഒരു നടുവിനൊരു വെട്ട് പോലെ വന്നു. കുനിയാനും നൂരാനും ഒന്നും പറ്റാത്ത പോലെ. അങ്ങനെ ഞാൻ ആശുപത്രിയിൽ പോയി കാണിച്ചു കഴിഞ്ഞപ്പോൾ എക്സ്റേ എടുക്കണം എന്ന് പറഞ്ഞു. എക്സ്റേ എടുത്തപ്പോൾ എല്ല് തേയ്മാനമുണ്ട്, അകൽച്ചയുണ്ട്, പിന്നെ നട്ടലിന് വളവാണെന്ന് പറഞ്ഞു. ഞാൻ അതേപോലെ അന്ന് തുടങ്ങി ബ്രദർ പറഞ്ഞ വരി വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് വേദന മാറും, പിന്നെയും ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്നു. അങ്ങനെ തുടർന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു 2-3 ദിവസം ആയപ്പോഴത്തേനും അത് ഇപ്പൊ 2-3 ദിവസം മുമ്പേ അത് പൂർണ്ണമായി സൗഖ്യമാക്കപ്പെട്ടു. ആമേൻ. ഇത് വലിയൊരു സാക്ഷ്യമാണ് പ്രിയ സിസ്റ്റർ പറഞ്ഞത്. കാരണം വെച്ചാൽ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു, 2 വർഷമായിട്ട് വേദനയായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് തേയ്മാനമാണ്, അകൽച്ചയുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, തേഞ്ഞതൊരിക്കലും പിന്നെ പഴയ പോലെ ആകത്തില്ല, അകന്നതൊരിക്കലും പഴയ പോലെ ആക്കാൻ കഴിയത്തില്ല. പക്ഷേ സിസ്റ്റർ വിശ്വസിച്ചു. ഇത് 2ഉം അസാധ്യമാണ്, പക്ഷേ കർത്താവിൻ്റെ മുറിവിനാൽ സൗഖ്യമുണ്ട്. അവിടെ എന്ത് സംഭവിച്ചു? ഇപ്പോൾ വേദന അവിടെ നിന്ന് പൂർണ്ണമായിട്ട്, അതിൻ്റെ അർത്ഥം എന്താ? തേഞ്ഞത് പഴയ പോലെ രൂപാന്തരപ്പെട്ടു. അതുകൊണ്ടാണ് ആ വേദന അവിടെ വന്നത്. യഥാസ്ഥാനപ്പെട്ടത് കൊണ്ടാണ് അവിടെ അത്ഭുതം നടന്നത്. കർത്താവിൻ്റെ കരം അവിടെ വെളിപ്പെട്ടു. ദൈവമേ, അങ്ങ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അനേകരോട് ഈ സാക്ഷ്യം പറഞ്ഞ് അവരെ ബലപ്പെടുത്തുക യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഞാൻ മോഹിനി, എന്റെ പറഞ്ഞു. കടയിൽ കുട്ടികൾ പഠിക്കാൻ വന്നു തുടങ്ങി. വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോഴാണ് കുട്ടികൾ വന്നു തുടങ്ങിയത്. ഞാൻ എന്റെ അധ്വാനത്തിന്റെ ഫലം ഞാൻ ഭക്ഷിക്കുമെന്ന് വചനം പറഞ്ഞു. കർത്താവാണ് എന്റെ ഇടയൻ, എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല എന്ന് വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോ കുട്ടികൾ പഠിക്കാൻ വന്നു തുടങ്ങി. ദൈവത്തിന് നന്ദി. നന്ദി കർത്താവ്. നമുക്കറിയാം മോനി സിസ്റ്റർ കുറേ കാലമായിട്ട് ഇങ്ങനെ ഭാരപ്പെട്ടൊരു വിഷയമായിരുന്നു. അവിടെ പഠിക്കാൻ വേണ്ടി ആരും വരുന്നില്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. പക്ഷേ ആ പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. എൻ്റെ അധ്വാനം ഞാൻ തന്നെ ഭക്ഷിക്കും, ഞാൻ ഭാഗ്യവാൻ, എനിക്ക് നന്മ വരും, യഹോവ എൻ്റെ ഇടയനാവുന്ന, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. ആ ബിസിനസ്സിൽ മേൽ ദൈവം വർധനവിനെ കൊടുത്തു, നന്മ കൊടുത്തു. അപ്പം ഞാൻ പറഞ്ഞില്ല, നമ്മുടെ പ്രശ്നം പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ട് പ്രയോജനമില്ല. വചനം പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് വിശ്വാസമായി പരിണമിക്കുകയും കേട്ട വചനം പ്രയോജനമായി, കണ്ടോ, നന്മയായി മാറി. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. ഇനിയും വചനം പറയുക, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് ഇനിയും സാക്ഷ്യമാക്കും. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ മറ്റാരും? പറഞ്ഞു. ഹലോ ബ്രദറെ, പറഞ്ഞു സിസ്റ്ററെ. എനിക്ക് കഴിഞ്ഞ വ്യാഴാഴ്ച തുടങ്ങി ഭയങ്കര നടുവേദനയായിരുന്നു. പ്രാർത്ഥിക്കും, കുറച്ചു നേരം ഒന്ന് കുറയും, പിന്നെയും കൂടും. അങ്ങനെ ഇന്നലെ തുടങ്ങി നടുവേദന ഒട്ടുമില്ലെന്ന് വെച്ചാൽ ഒട്ടുമില്ല നടുവേദന. മറ്റത് വല്ലതും എടുക്കാൻ നേരത്ത് ഭയങ്കര വേദനയായിരുന്നു. കുമ്പിടാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ യേശുവിന്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് കൈവച്ച് പ്രാർത്ഥിച്ചു. ഒത്തിരി നേരം പ്രാർത്ഥിക്കുമായിരുന്നു. 3-4 ദിവസത്തേക്കൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങ് പെട്ടെന്ന് എങ്ങനെയോ എനിക്കറിയില്ല, എഴുന്നേൽക്കുമ്പോഴൊക്കെ ഞാൻ ഭയങ്കര ഭാരത്തോടെ എഴുന്നേറ്റ്. എന്നാലും ഞാൻ ജോലിക്ക് പോകുമായിരുന്നു. പക്ഷെ ഇന്നലെ തുടങ്ങി
ഒട്ടും നടുവേദനയില്ല. ദൈവത്തിന് മഹത്വം. ആമേൻ. അതേപോലെ കർത്താവെ അങ്ങ് പറഞ്ഞ സിസ്റ്റർ ഒരു മിനിറ്റ് പറഞ്ഞ സിസ്റ്ററെ കട്ടായി പോണേ. പറഞ്ഞു സിസ്റ്ററെ. കേൾക്കുന്നുണ്ടോ സിസ്റ്ററെ? ഞാൻ ഇവിടുന്ന് മ്യൂട്ടായി പോയായിരുന്നേ. സിസ്റ്റർ പറഞ്ഞ പറഞ്ഞു. പുതിയ ജോലിയും കൂടെ കിട്ടി എനിക്ക്. കഴിഞ്ഞ വെള്ളിയാഴ്ച തുടങ്ങി പാലാരിവട്ടത്ത് പുതിയ ജോലിക്ക് കയറി. ദൈവം അനുഗ്രഹിച്ചു. അതിനും ദൈവത്തിന് നന്ദി. നന്ദി കർത്താവ്. തീർച്ചയായിട്ടും നമ്മുടെ മീറ്റിംഗ് നടക്കുന്നത് പാലാരിവട്ടത്ത് തന്നെ കർത്താവ്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ആ ഹോളിനെ ഓർത്ത് കൈ നീട്ടി എപ്പോഴും പ്രാർത്ഥിച്ചോണം. കാരണം ആത്മാക്കളെ കർത്താവ് കൊണ്ടുവരും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ കൊടുത്ത അത്ഭുതകരമായ സൗഖ്യത്തിനും ആ തുറന്ന ജോലിക്കും നന്ദി പറയുന്നു. ദൈവം അത്ഭുത മന്ത്രിയാണ്. കർത്താവ് നമുക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കും. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് സൗഖ്യമാക്കിയതിന് നന്ദി. കർത്താവ് പ്രവർത്തിച്ചതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. നമുക്ക് ഒരുമിച്ച് പറഞ്ഞു. ഒരു ഈ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കരുതെന്ന് പറയുന്നത് വെള്ളം പോലെ നിന്റെ വിലാപങ്ങൾക്കകത്ത് അങ്ങനെ ഒരു വാക്യമുണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? സിസ്റ്റർ, ഞാൻ എപ്പോഴും പറഞ്ഞില്ല, നമ്മൾ പഴയ നിയമത്തിൽ പുതിയ നിയമവും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം, യേശുക്രിസ്തു വന്നിട്ടൊരു വാക്ക് പറയുന്നുണ്ട്, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ്. പഴയ നിയമത്തിൽ ഒരു സ്ഥലത്ത് പോലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് എന്ന് പറയുന്നില്ല. ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ യഹോവ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ദാസന്മാരാണ് പഴയ നിയമ ഭക്തന്മാർ. അതുകൊണ്ടാണ് കർത്താവേ എന്നോട് കനിവ് തോന്നണമേ, എൻ്റെ കണ്ണുനീരിന് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ചെവി തരണമേ. പുതിയ നിയമത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കരഞ്ഞു മടിക്കേണ്ട കാര്യമില്ല. നമ്മൾ മക്കളെങ്കിലോ അവകാശികളാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരു സ്ഥലത്ത് പോലും കരഞ്ഞു പ്രാർത്ഥിക്കാൻ പറയുന്നില്ല. കാരണം പഴയ നിയമത്തിൽ കരയുന്നതിൻ്റെ കാരണം അവരെല്ലാം ദൈവത്തിൻ്റെ ദാസന്മാരും യഹോവ അവർക്ക് യജമാൻ, ലോഡ് എന്ന വാക്കിൻ്റെ അർത്ഥം അവർ കർത്താവാണ്. പുതിയ നിയമത്തിൽ യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്ന നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീരും. അപ്പം നമുക്കൊരിക്കലും, ഞാൻ പറഞ്ഞില്ല, നമ്മൾ മക്കൾ കരഞ്ഞതുകൊണ്ടാണോ നമ്മൾ മക്കൾക്ക് ആഹാരം കൊടുക്കുന്നത്? ആണോ? നമ്മൾ കുഞ്ഞുങ്ങൾ കരയുന്നത് കൊണ്ടാണോ അവർക്ക് എന്തെങ്കിലും ആഹാരം കൊടുക്കുന്നത്? അല്ല, നമ്മൾ അവർക്ക് അവകാശിയാണ്. അതാണ് പുതിയ നിയമവും പഴയ നിയമവും തമ്മിലുള്ള വ്യത്യാസം. പുതിയ നിയമത്തിൽ എപ്പോഴും നോക്കിയാൽ അറിയാൻ പറ്റും, അവിടെ പ്രസൻറ്റ് ചെയ്തേക്കുന്ന രീതി, ബൈബിളിലെ പ്രാർത്ഥനകളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. കർത്താവേ എന്നോട് കരുണ ഉണ്ടാകണമേ, എന്നോട് കനിവ് തോന്നണമേ, എൻ്റെ കണ്ണുനീരിനെ കാണണമേ. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഉറപ്പില്ല. റോമലേഖനത്തിൽ പറയുന്നു, എനിക്ക് കരുണ തോന്നേണ്ട കരുണ തോന്നത്തുള്ളൂ. പഴയ നിയമത്തിൽ ആ വാക്കെടുത്ത് പറയാം പുതിയ നിയമത്തിലേക്ക്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ മക്കളെങ്കിലോ അവകാശികളാണ്. അവകാശി എന്ന് പറഞ്ഞാൽ കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നവരല്ല, അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവർ. അതുകൊണ്ടാണ് പത്രോസ്ലീഹയുടെ ലേഖനം പറയുന്നു, അനുഗ്രഹം അനുഭവിക്കുന്നത്. അപ്പം നമ്മൾ ഇനി ദൈവത്തിൻ്റെ സന്നിധി നിൽക്കുമ്പോൾ സന്തോഷം വന്നാൽ കരഞ്ഞോ, കുഴപ്പമില്ല. ദൈവ സാന്നിധ്യം വരുമ്പോൾ നമുക്ക് കരയാം. പക്ഷേ അനുഗ്രഹം കിട്ടാൻ വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് തെറ്റാണ്. പുതിയ നിയമപ്രകാരം കരഞ്ഞു പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യവുമില്ല. കാര്യം നമ്മൾ മക്കളാണ്. നമ്മൾ മക്കൾക്ക് കരഞ്ഞതുകൊണ്ടൊന്നും കൊടുക്കുന്നില്ല, അല്ലേ? ശരി, ശ്രദ്ധിച്ചിട്ടുണ്ടോ? സിസ്റ്ററുടെ കുഞ്ഞുങ്ങൾക്ക്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും, ഒരാളെയല്ല പറഞ്ഞത്, എല്ലാവരും നമ്മൾ കൊച്ചു കരയാൻ നോക്കി നിൽക്കും അനുഗ്രഹം കൊടുക്കാൻ. അല്ല, അവർ കരയാതിരിക്കാതെ നമ്മൾ എപ്പോഴും നോക്കുന്നത്. കാര്യം നമ്മൾ മക്കൾക്ക് വേണ്ടിയാണ് പിതാക്കന്മാരും മാതാവും ഒക്കെ എന്ത് ചെയ്യുന്നത്, കരുതി വെച്ചിരിക്കുന്നത്. സിസ്റ്റർ, ഇത് ക്ലിയർ ആയോ? ഓക്കെ. ക്രിസ്തുവിന് മുമ്പ് ക്രിസ്തുവിന് ശേഷവും, അതാണ് കാലഘട്ടം. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നല്ല സംശയങ്ങൾക്കായി നന്ദി പറയുന്നു. ഇനിയും അങ്ങനെ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. കർത്താവിൻ്റെ വേലയിൽ ഞാൻ വിതച്ചവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളുടെ വിതയെ അനുഗ്രഹിക്കട്ടെ. വായ്പ മേടിക്കത്തില്ല, വാരി വിതറി കൊടുക്കും. നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലമൊക്കെയും നിങ്ങളുടെ പുറകെ വരും. അനുഗ്രഹത്തിൻ്റെ മേൽ അനുഗ്രഹത്തെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചൊരിയുവാൻ ഇടയായിത്തീരും. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവേ എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്കതുണ്ടാകും എന്ന വചനത്താൽ ഞാൻ പ്രാർത്ഥിക്കുന്നു.